കോൺഗ്രസ് നേതാക്കളുടെ കോഴയിടപാടിന്റെ ഇരകളായി ജീവൻ നഷ്ടമായ വയനാട് DCC ട്രഷറർ NM വിജയനും മകൻ ജിജേഷും. കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ നിയമനം വാഗ്ദാനം ചെയ്ത NM വിജയനിലൂടെ IC ബാലകൃഷ്ണൻ MLA ഉൾപ്പെടെ തട്ടിയത് കോടികൾ. ഒടുവിൽ ജോലിയും പണവും നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഇടനില നിന്ന NM വിജയനിലേക്ക് തിരിയുമ്പോൾ അദ്ദേഹത്തെ ഉപയോഗിച്ച് പണം നേടിയ നേതാക്കൾ കൈമലർത്തുന്നു. ഗത്യന്തരമില്ലാതെ ആത്മഹത്യ ചെയ്ത 2 ജീവനുകൾക്ക് ആരാണ് ഉത്തരം പറയേണ്ടത്? സഹകരണ മേഖലയിൽ കോൺഗ്രസ് നടത്തുന്ന അഴിമതിയുടെ ആഴം കെ സുധാകരനെ അടക്കം പരാതിയായി അറിയിച്ചിരുന്നു NM വിജയനെങ്കിലും അദ്ദേഹത്തിന്റെ മരണം വരെയോ അതിനുശേഷമോ അനങ്ങിയിട്ടില്ല കോൺഗ്രസ് നേതൃത്വം. സഹകരണ മേഖലയിലേക്ക് കടന്നുകയറാനുള്ള സംഘപരിവാർ നീക്കങ്ങൾക്ക് ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണ നൽകുന്ന കോൺഗ്രസ് സഹകരണ സംഘങ്ങളുടെ ഭരണത്തിന്റെ മറവിൽ ചെയ്യുന്ന അഴിമതിയുടെ അവസാന തിരയാണ് NM വിജയനും മകൻ ജിജേഷും. വലതുപക്ഷ മാധ്യമങ്ങൾ നൽകുന്ന പരിലാളനയിൽ ഒരു 78-കാരന്റെയും മകന്റെയും ജീവന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും കോൺഗ്രസിന് ഒഴിയാനാകുമോ? ഈ വിഷയം ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുമ്പോൾ അതിഥികളായി ചേരുന്നത് SK സജീഷ് CPIM ൽ നിന്നും, പ്രൊഫസർ റോണി K ബേബി കോൺഗ്രസ് നേതാവ്, M ജയചന്ദ്രൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം പ്രൊഫസർ റോണി K ബേബി, കോൺഗ്രസ് ഭരിക്കുന്ന വയനാട്ടിലെ അർബൻ സഹകരണ സംഘം നോക്കൂ, ആ ബാങ്കിലെ നിയമനത്തിന് IC ബാലകൃഷ്ണൻ MLA നിർദ്ദേശപ്രകാരം DCC ട്രഷററായിരുന്ന NM വിജയൻ പണം വാങ്ങിയതിൻ്റെയും പിന്നീട് ആ നിയമനം നടക്കാതെ വരുമ്പോൾ അത് KPCC പ്രസിഡന്റിന് ഇത് സംബന്ധിച്ച് എന്താണ് നിയമനത്തിന്റെ പിന്നിൽ നടന്നത് എന്നത് സംബന്ധിച്ച് വിശദമായ പരാതി നൽകിയതിൻ്റെയും ഒക്കെയും വിവരങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. അതിനെ തുടർന്നാണ് NM വിജയനും മകനും ആത്മഹത്യ ചെയ്യുന്നത്. ഒഴിഞ്ഞു മാറാനാകുമോ കോൺഗ്രസിന് ഈ 2 ജീവനുകളുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും? വളരെ വേദനാജനകമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ് ബഹുമാനപ്പെട്ട DCC ട്രഷററായിരുന്ന NM വിജയനും അദ്ദേഹത്തിന്റെ മകൻ ജിജേഷിന്റെയും മരണം വളരെ ദുഃഖകരമാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ മരണം നടന്നതിന് ശേഷം ചില വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട്, ചില ആരോപണങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഈ ആരോപണങ്ങൾ എന്ന് പറയുന്നത് ആദ്യമേ തന്നെ പറയട്ടെ, ഇത് പുതിയതല്ല. ഇത് 2019 ഇത് 6, 7, 8 വർഷം പഴക്കമുള്ള ചില ആരോപണങ്ങളാണ്. ഈ ആരോപണങ്ങൾ അന്ന് ഉയർന്നപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രചരിച്ചപ്പോൾ തന്നെ 2021 ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി, അന്ന് അതിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ IC ബാലകൃഷ്ണൻ MLA ആയിരുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി 3 അംഗ അന്വേഷണ സമിതിയെ നിയോഗിച്ചു. KPCC അംഗമായിരുന്ന KE വിനയൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമായിരുന്ന DP രാജശേഖരൻ, ബിനു തോമസ്, അവർ വളരെ വിശദമായ അന്വേഷണം നടത്തി. ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ ഉയർന്നു, അതൊക്കെ പരിശോധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ 2 ആളുകളെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ച പാർട്ടിയിൽ നിന്നും പുറത്താക്കി. ഒന്ന് എന്ന് പറയുന്നത് ഈ അർബൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ സണ്ണി, 2 DCCയുടെ മുൻ ട്രഷററായിരുന്ന ഗോപിനാഥൻ മാഷെ എന്ന 2 ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകളൊന്നും ഉണ്ടായില്ല, വിവാദങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നീട് ഈ പരാതിയിൽ അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ ഉയർന്ന 2 ആളുകൾ, അതിൽ ഒന്ന് എന്ന് പറയുന്നത് RP ശിവദാസ്, അതായത് DCC ജനറൽ സെക്രട്ടറിയാണ്, 2 സക്കറിയ മണ്ണിൽ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി. അവർ 2 പേരും അവരെ കുറ്റം ചെയ്തിട്ടില്ല എന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. അവര് തങ്ങൾക്കെതിരെ പ്രചരിക്കുന്ന വാർത്തകളെ കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സുൽത്താൻ ബത്തേരി പോലീസില് പരാതി കൊടുത്തു. പ്രൊഫസർ റോണി K ബേബി, ഈ നടപടി സ്വീകരിച്ചു എന്ന് നിങ്ങൾ പറയുന്ന 2 പേർക്കെതിരെ അവർ അത്തരത്തിലൊന്നും ചെയ്തിട്ടില്ല എന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു എന്ന് പ്രൊഫസർ റോണി K ബേബി പറയുമ്പോൾ ആര് നടത്തിയ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതാണ് ഈ സംഭവം, ഈ കാര്യം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി 2, താങ്കൾ തന്നെ പറഞ്ഞതുപോലെ വളരെ മുൻപേ നടന്നിട്ടുള്ള സംഭവമാണിത്. അതുമായി ബന്ധപ്പെട്ട KPCC പ്രസിഡന്റിന് വിജയൻ അയക്കുന്ന പരാതിയും വളരെ മുൻപാണ്. പക്ഷേ നോക്കൂ, ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടപടി ആ വിഷയത്തിൽ പരാതിക്കാരന് കൂടി ബോധ്യപ്പെടുന്ന നിലയിൽ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വരുമായിരുന്നു. അപ്പോൾ അതൊന്നും ഉണ്ടായില്ല എന്നത് തന്നെയല്ലേ വിജയന്റെയും മകന്റെയും ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്? അർഷിത പറഞ്ഞതിനകത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അന്വേഷണം നടത്തി കുറ്റക്കാരാണെന്ന് ബോധ്യപ്പെട്ട 2 പേർക്കെതിരെ കൃത്യമായി നടപടി എടുത്തു, അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇനി അതിന്റെ ഒരു ബാക്കി ഭാഗം കൂടി ആർഷിത കേൾക്കണം. ഈ പുറത്താക്കപ്പെട്ട ആളുകളെ എന്ത് ചെയ്യുന്നറിയോ? ഞങ്ങൾ അന്വേഷണം നടത്തി കുറ്റക്കാരാണ് എന്ന് ബോധ്യപ്പെട്ടു. അയാളുടെ പേര് തന്നെ ഞാൻ പറയാം, ഡോക്ടർ സണ്ണി. അദ്ദേഹമായിരുന്നു അർബൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ്. പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ അവർ CPMന്റെ സ്ഥാനാർത്ഥികളായി അതേ ബാങ്കിൽ മത്സരിച്ചു. തീർന്നില്ല, ഈ ഡോക്ടർ സണ്ണിയുടെ കൂടെ ബാങ്ക് ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന 2 ആളുകൾ, പേര് പറയാം, ശ്രീധരൻ ചീതൻ, 2
MS വിശ്വനാഥൻ. ഈ MS വിശ്വനാഥനെ കുറിച്ച് ആഷിത ഒന്ന് പരിശോധിക്കണം. അല്ല പ്രൊഫസർ റോണി കെ ബേബി, നോക്കൂ, ഈ ബാങ്ക് 2020 ഭരണസമിതിയിലെ ഈ നിലയിലുള്ള ഏതെങ്കിലുമൊക്കെ ആളുകളുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉത്തരവാദിത്വം അവരുടെ തലയിൽ കൊണ്ടുവയ്ക്കാനും ആ നിലയിൽ ചില നടപടികൾ സ്വീകരിച്ചു എന്ന് പറയാനും ഒക്കെ എളുപ്പമാണ്. പക്ഷേ ഇവിടെ അതല്ല. ഇതിന്റെ ഗുരുതര സ്വഭാവത്തിലേക്ക് പോകുമ്പോൾ അതല്ല സംഭവം. ഇവിടെ വിജയന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ഈ നിയമനവുമായി ബന്ധപ്പെട്ട കോഴ വാങ്ങിയതാണല്ലോ. നോക്കൂ, ഒരു ബാങ്കിന്റെ നിയമനത്തിന് ഇങ്ങനെ ഉദ്യോഗാർത്ഥികളിൽ നിന്നും പണം വാങ്ങുന്നു എന്നത് തന്നെ നിയമവിരുദ്ധമാണ്. ഇനി ഇപ്പോൾ താങ്കൾ പറഞ്ഞ പ്രാദേശികമായി ഈ നിലയിൽ ഇടപെടൽ നടത്തിയ നേതാക്കൾ മാത്രമല്ല ഇതിന്റെ പിന്നിലുള്ളത്. അദ്ദേഹം നൽകിയ പരാതിയിൽ, കെ സുധാകരന് നൽകിയ പരാതിയിൽ IC ബാലകൃഷ്ണൻ MLA-ക്ക് വേണ്ടിയാണ് പണം വാങ്ങിയതെന്ന് കൃത്യമായി പറയുന്നുണ്ട്. എന്നത് മാത്രമാണോ, ഈ പണം വാങ്ങിയ ആളുകളുമായി വെച്ച കരാർ ഉടമ്പടി, ആ ഉടമ്പടിയിലും കൃത്യമായി 100 രൂപ പത്രത്തിൽ എഴുതിയ ഉടമ്പടിയിലും കൃത്യമായി പറയുന്നുണ്ട് IC ബാലകൃഷ്ണന് വേണ്ടിയാണ് ഈ പണം വാങ്ങുന്നത് എന്ന്. IC ബാലകൃഷ്ണന്റെ അറിവോടുകൂടിയാണ് പണം വാങ്ങുന്നത് എന്ന്. എവിടെ വരെ എത്തി IC ബാലകൃഷ്ണനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം? IC ബാലകൃഷ്ണനെതിരെ ഇപ്പോൾ വന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ പരാമർശം ഒരു കരാറിന്റെ കാര്യമാണല്ലോ. ഞാൻ കൃത്യമായി പറയട്ടെ, ഈ കരാറ് ഉണ്ടായി എന്ന് പറയുന്നത് 2019. ഇപ്പോൾ എത്ര വർഷം കഴിഞ്ഞിരിക്കുന്നു? 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ കരാറിൽ പണം കൊടുത്തു എന്ന് പറയുന്ന ശ്രീ പീറ്റർ എന്നയാള്, ആ പീറ്റർ എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പണം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അദ്ദേഹം എവിടെയെങ്കിലും ഒരു പരാതി ബോധിപ്പിച്ചിട്ടുണ്ട്? ചോദിക്കട്ടെ, അദ്ദേഹത്തിന് പോലീസിൽ പരാതി കൊടുക്കാമായിരുന്നല്ലോ. ഇങ്ങനെ ഒരു കരാറ് ഉണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന IC ബാലകൃഷ്ണന്റെ പേരുൾപ്പെടെയുണ്ട്. ഈ കരാർ ലംഘിച്ചിരിക്കുന്നു, ജോലി നൽകിയിട്ടില്ല, പണം തിരിച്ചു നൽകിയിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ പീറ്റർ എന്ന് പറയുന്ന വ്യക്തിക്ക് പോലീസിൽ പരാതി കൊടുക്കാമായിരുന്നു, പാർട്ടിയിൽ പരാതി കൊടുക്കാമായിരുന്നു. ഈ IC ബാലകൃഷ്ണന്റെ ശ്രദ്ധയിൽ പോലും IC ബാലകൃഷ്ണൻ എന്ന് വെല്ലുവിളിച്ച് പറഞ്ഞല്ലോ. IC ബാലകൃഷ്ണൻ നാളെ വയനാട് ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി കിട്ടിക്കുക, പോലീസ് അന്വേഷിക്കട്ടെ. ഇവിടെ CPM ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കീഴിലാണല്ലോ കേരളത്തിലെ പോലീസ്, അവർ അന്വേഷിക്കട്ടെ. ഞങ്ങൾ സുതാര്യമാണ്, ഞങ്ങൾ ഇതിനകത്ത് ഒരു തരത്തിലും ഞങ്ങൾ ഒന്നും മറച്ചു വെക്കാനില്ല. കൃത്യമായി തന്നെ ഇന്ന് IC ബാലകൃഷ്ണൻ പറഞ്ഞ കാര്യമുണ്ട്. ഈ പീറ്റർ ഒരു ഫോൺ കോളിലെങ്കിലും ഈ IC ബാലകൃഷ്ണന്റെ ശ്രദ്ധയിൽപ്പെടുത്താമായിരുന്നല്ലോ. ഈ 6 വർഷമായി ഇത്രയും പണം നഷ്ടപ്പെട്ടു. നമുക്കറിയാം, ഒരു 10,000-5,000 രൂപ നമ്മുടെ വല്ലതും നഷ്ടപ്പെട്ട് എന്ത് ചെയ്യും? ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവരെ ഫോണിൽ ബന്ധപ്പെട്ട് ഒരു മിനിമം നേരിട്ട് കണ്ടില്ലെങ്കിലും ഫോണിൽ തന്നെ ബന്ധപ്പെട്ട് ഇതിന്റെ പണം തിരിച്ചു തരാനുള്ള നടപടി ഉണ്ടാകണം. ഇവിടെ ഈ പീറ്റർ എന്ന് പറയുന്നയാൾ പണം കൊടുത്തപ്പോൾ പറയട്ടെ, ഈ IC ബാലകൃഷ്ണന്റെ സാന്നിധ്യത്തിലാണ് പണം കൊടുത്തത്. IC ബാലകൃഷ്ണന്റെ സാന്നിധ്യത്തിലാണ് പണം കൊടുത്തത് എന്നുള്ളത് ആ കരാർ ഉടമ്പടിയിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. ഇനി പീറ്റർ മാത്രമല്ലല്ലോ IC ബാലകൃഷ്ണന്റെ പേര് പറയുന്നത്. ആ കരാർ ഉടമ്പടി മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നതെങ്കിൽ ഈ നിലയിലുള്ള രാഷ്ട്രീയമായി ചില ഇടപെടലുകൾ നിങ്ങൾക്ക് നടത്താം, അല്ലെങ്കിൽ ആ നിലയിൽ ചില വാഗ്ദാനങ്ങൾ അതങ്ങനെ ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ നിങ്ങൾക്കാകും. അതെ, രാഷ്ട്രീയ പ്രതിരോധങ്ങൾ ഉയർത്താനാകും. പക്ഷേ ഇവിടെ അതല്ല. ഈ പറയുന്ന മരിച്ച വിജയൻ തന്നെ KPCC പ്രസിഡന്റ് അയച്ചൊരു കത്തുണ്ട്. ആ കത്ത് വ്യാജമെന്ന് പറയാനാകില്ലല്ലോ പ്രൊഫസർ റോണി കെ ബേബി. മരിക്കുന്ന നാൾ വരെ അദ്ദേഹം കോൺഗ്രസിനൊപ്പം തന്നെ ആയിരുന്നല്ലോ. ഞാൻ മടങ്ങി വരാം, അങ്ങയിലേക്ക് ഞാൻ മടങ്ങി വരാം. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം. ഞാൻ മറ്റുള്ളവരെ കൂടി ഒന്ന് ചർച്ചയിലേക്ക് കൊണ്ടുവരട്ടെ. ശ്രീ M ജയചന്ദ്രൻ, നോക്കൂ, 7 പേരിൽ നിന്നായി 1,18,00,000 രൂപയാണ് വാങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കോൺഗ്രസ് നേതൃത്വത്തെ വിശ്വസിച്ച് ഇടനില നിന്ന ഒരു ഇടപാടിലാണ് ഒരു 78-കാരന് അവസാനം ഈ നിലയിൽ ജീവൻ തന്നെ ഹോമിക്കേണ്ടി വരുന്നത്. ഹലോ, അസുത എന്നോടല്ലേ? അതെ, ശ്രീ M ജയചന്ദ്രൻ, താങ്കളോടാണ്. ഹലോ ശ്രീ M ജയചന്ദ്രൻ, കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഇടയ്ക്കൊന്ന് കട്ടായി പോയതുകൊണ്ടാണ് ചോദിച്ചത്. ശരി, പറഞ്ഞോളൂ. ഈ പ്രശ്നത്തിൽ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിൽ പിന്നെ ഒരുപാട് വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. ഇപ്പോൾ പ്രൊഫസർ റോണി പറയുന്നത് പോലല്ല വസ്തുതകൾ അവിടെ നിലനിൽക്കുന്നതെന്ന് കോൺഗ്രസ്സുകാർ പോലും സമ്മതിക്കും. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് സമയമുണ്ടെങ്കിൽ ഈ ചർച്ചയിൽ തന്നെ പോവാം, കുഴപ്പമൊന്നുമില്ല. ഇതിൽ ഈ പറയുന്ന 1 കോടിയിൽ ചില്ലുവാൻ രൂപ, 1 കോടി 1.18 കോടി രൂപയാണല്ലോ പറയുന്നത്. ഈ പണം മുഴുവനും ഈ ആത്മഹത്യ ചെയ്ത NM വിജയൻ അപഹരിച്ചു എന്നാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ കോൺഗ്രസ് അത് പരസ്യമായി പറഞ്ഞാൽ മതി, പിന്നെ നമുക്ക് ബോധ്യമാവും. നിങ്ങളത് പറയുന്നുമില്ല. പിന്നെ അതിന് പകരം ഒരു ഡോക്ടറുടെ സണ്ണിയുടെ പേരൊക്കെയാണ് പറയുന്നത്. ആ വ്യക്തി പിന്നെ CPM പാനലിൽ മത്സരിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്ത് മറുപടിയാണത്? ആരോപണം സ്ട്രെയിറ്റ് ആയിട്ട് MLA IC ബാലകൃഷ്ണൻ നേരെയാണ്. അത് രേഖാമൂലം തന്നെ പുറത്ത് വന്നിട്ടുമുണ്ട്, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. എന്നിട്ടും പറയുകയാണ് അദ്ദേഹം ഇതിനകത്തൊന്നും ഒന്നും ചെയ്തിട്ടില്ല. അന്വേഷണ കമ്മീഷനെ വെച്ചു, അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വന്നു, 2 പേരെ നടപടിയെടുത്ത് പുറത്താക്കി. ശരി, താങ്കളുടെ വാദത്തിന് വേണ്ടി മാത്രം മുഖവിലയ്ക്ക് സ്വീകരിക്കുന്നു.
എന്നിട്ട് ഒരു സംശയം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഇനി ഇതോടുകൂടി ഈ പണം കൊടുത്ത ആൾക്കാരുടെ പരാതി അവസാനിച്ചോ? അവസാനിച്ചെങ്കിൽ ഈ തർക്കമൊന്നുമില്ലല്ലോ. ഇദ്ദേഹം കോൺഗ്രസ് നേതാവായിട്ടുള്ള DCC ട്രഷറർ ആത്മഹത്യ ചെയ്യേണ്ട പ്രശ്നം വരുന്നില്ലായിരുന്നല്ലോ. എന്തിനാണ് പിന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്തത്? ഈ നിങ്ങൾ 2 ആൾക്കാരെ നടപടിയെടുത്ത് പുറത്താക്കിയത് 2021-ലാണല്ലോ. ഇവർ മരിക്കുന്നത് 2024 കഴിഞ്ഞ ദിവസമാണ് അല്ലേ? ഇന്നലെയാണ് മരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ വാദിക്കുന്നത് പോലെ ഉള്ള നടപടികളല്ല അവിടുത്തെ യാഥാർത്ഥ്യം എന്നുള്ളത് ഈ മരണത്തിൽ കൂടെ തന്നെ പുറത്തു വരികയാണ്. അതിൻ്റെ പിന്നിൽ IC ബാലകൃഷ്ണനാണെന്നുള്ള രേഖകളിലൂടെയാണ് വ്യക്തമാവുന്നത്. അല്ലാതെ കൈരളി ചാനലിനോ ചർച്ചയിൽ പങ്കെടുക്കുന്ന എനിക്കോ മറ്റ് മാധ്യമങ്ങൾക്കോ ഒന്നും അതിൻ്റെ അകത്ത് വേറെ ഇദ്ദേഹത്തിനെ പ്രതിയാക്കണമെന്ന് പ്രത്യേകിച്ച് ഒരു താല്പര്യവുമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ പേര് ഉന്നയിക്കുന്നതും ആരാണ്? കോൺഗ്രസ് നേതാവായിരുന്ന ആത്മഹത്യ ചെയ്ത ശ്രീ വിജയൻ തന്നെയാണ്. എല്ലാവരും വിജയേട്ടൻ എന്ന് വിളിക്കുന്ന ആ കോൺഗ്രസ് നേതാവാണ് ആത്മഹത്യ ചെയ്യാൻ ഇടയായത്. അപ്പോൾ പ്രബലമായ ചില പുതിയ പ്രശ്നങ്ങൾ ചോദിക്കേണ്ടി വരുന്നുണ്ട് ഈ കേസിൽ പ്രൊഫസർ റോണി കെ ബേബി. അതിൽ പ്രധാനമെന്ന് ഞാൻ കരുതുന്ന കാര്യം മാത്രം ഞാനിവിടെ പറയാം. രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് സജീഷ് മറുപടി പറയാനുണ്ടല്ലോ. ഏറ്റവും പ്രധാനം 2006-2015 VS സർക്കാരിൻ്റെ കാലത്താണ് സഹകരണ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് സുധാകരൻ സഹകരണ മന്ത്രിയായിരിക്കെ കൊണ്ടുവരുന്നത്. സഹകരണ വകുപ്പ് CPIM-ൻ്റെ പക്കലായിരുന്നതുകൊണ്ട് ആദ്യം പാർട്ടിയിൽ ആലോചിച്ച് പിന്നെ LDF-ൽ അത് ചർച്ച ചെയ്ത് പിന്നെ മന്ത്രിസഭായോഗ തീരുമാനമായിട്ട് വരികയായിരുന്നു സഹകരണ റിക്രൂട്ട്മെൻറ്റ് ബോർഡ്. 2010-ലാണത് വരുന്നത്. പിന്നീട് വരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തു അതിന് ചില കാര്യം. എന്നിട്ടാണ് പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നത് 2011-16 UDF സർക്കാരിൻ്റെ കാലത്ത്. അത് പ്രകാരമൊക്കെയുള്ള ആകത്തുകയിൽ വിശദീകരിക്കാൻ പറയുന്നില്ല. ആകത്തുകയിൽ ഒരു സഹകരണ സംഘത്തിൽ നേരിട്ട് നിയമിക്കാൻ സഹകരണ സംഘം ബോർഡിന് കഴിയുന്നത് പ്യൂൺ പോസ്റ്റ് മാത്രമാണ്. ക്ലാസ് 4 ജീവനക്കാരുടെ തസ്തിക മാത്രമാണ്. ബാക്കിയെല്ലാം നടത്തുന്നത് സഹകരണ റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ്. അതാണ് വസ്തുത, യാഥാർത്ഥ്യം എന്നിരിക്കെ എങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കൾ കോടിക്കണക്കിന് രൂപ കോഴയായി കൈപ്പറ്റിക്കൊണ്ട് നിയമനം കൊടുക്കാമെന്ന് പറഞ്ഞ ആൾക്കാരുടെ നിന്ന് പണം വാങ്ങിച്ചെടുക്കുന്നത്? ഇതാണ് ഉയർന്നു നിൽക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. പ്രൊഫസർ റോണി, അഡ്രസ്സ് ചെയ്യേണ്ട നിങ്ങൾക്ക് ഇനി അഡ്രസ്സ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിട്ടില്ലാത്തതും എന്നാൽ ഒരു കാരണവശാൽ നിങ്ങൾക്ക് അതിൽ ഒളിച്ചോടാൻ കഴിയാത്തതുമായ യാഥാർത്ഥ്യം അതാണ്. എങ്ങനെയാണ് കോടിക്കണക്കിന് രൂപ റിക്രൂട്ട്മെൻറ്റ് ബോർഡിനെ കൂടെ സ്വാധീനിക്കാം എന്ന് പറഞ്ഞാണ് നിങ്ങൾ പണം വാങ്ങിച്ചിട്ടുള്ളതെന്നാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് വയനാട്ടിലെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ മനസ്സിലാവുന്ന അങ്ങനെയാണ്. അത് ഈ പ്യൂൺ പോസ്റ്റിലേക്ക് മാത്രമല്ല നിങ്ങളുടെ നേതാക്കൾ പണം പറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേര് പറയുന്ന നേതാക്കൾ ആരുടെ പേരിലാണോ കുറ്റം ആരോപിക്കപ്പെടുന്നത് ആ നേതാക്കളുടെ കുരുക്ക് ചെറുതായിട്ടൊന്നുമുള്ള കുരുക്കല്ല. അത് വളരെ ഗൗരവമേറിയ കുരുക്ക് തന്നെയായിട്ടാണ് രൂപപ്പെടുന്നത്. അത് ഞാൻ ആ ഭാഗം അവിടെ നിർത്തുന്നു നിയമപരമായി. പിന്നെ ഇത് പുതിയതാണോ കോൺഗ്രസ്സിൽ? കഴിഞ്ഞ വർഷം ആദ്യം എന്തിനാണ് പുൽപ്പള്ളി സഹകരണ ബാങ്ക് പ്രസിഡന്റ് KK എബ്രഹാമിനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടത്? പിന്നീട് ജാമ്യത്തിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹം. രാജേന്ദ്രൻ നായർ ആത്മഹത്യ ചെയ്തത് എന്തിനായിരുന്നു? 70,000 രൂപയാണ് ആ മനുഷ്യൻ വായ്പ എടുത്തത് പുൽപ്പള്ളി സഹകരണ ബാങ്കിൽ നിന്ന്. പക്ഷേ നോട്ടീസ് വരുമ്പോൾ എത്രയാണ്? 25 ലക്ഷം രൂപ വായ്പ എടുത്തു, 40 ലക്ഷം രൂപ നിങ്ങൾ തിരിച്ചടക്കണം, പലിശ ഉൾപ്പെടെ. ആ മനുഷ്യൻ വരണ്ടു പോയി, മറ്റു മാർഗമൊന്നുമില്ല, കെട്ടിത്തൂങ്ങി. ഇതാണല്ലോ സംഭവിച്ചത്. അതിനു മുമ്പ് നിങ്ങളുടെ ബത്തേരിയിലെ മണ്ഡലം പ്രസിഡന്റ് PV ജോസിൻ്റെ കാര്യം താങ്കളൊന്ന് അന്വേഷിക്കൂ. മണ്ഡലം പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തിനെ സഹകരണ മേഖലയല്ല ചതിച്ചത്, തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ചതിച്ചത്. പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് ഇവർ തോൽപ്പിച്ചു. ബോധപൂർവ്വം നേതാക്കന്മാർ വട്ടം കൂടിയെന്ന് തോൽപ്പിച്ചു അദ്ദേഹം ആരോപിച്ച് കത്തെഴുതി വെച്ച് ആത്മഹത്യ ചെയ്തത്. ഇപ്പോഴും ഇന്നലത്തെ മരണത്തിലും ട്രഷററുടെ മരണത്തിലും ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ അതിപ്പം കാണാനില്ല. കോൺഗ്രസ് നേതാക്കൾ തന്നെ കൈക്കലാക്കിയെന്നാണ് അവിടുത്തെ ഒരു വിഭാഗം മറ്റു കോൺഗ്രസ് നേതാക്കൾ തന്നെ ആരോപിക്കുന്നത്. അതും അന്വേഷണത്തിലിരിക്കുകയാണല്ലോ. അതിരിക്കട്ടെ. അത്തരത്തിൽ നിയമവിരുദ്ധമായ എല്ലാ കാര്യങ്ങളിലും ഇടപെടുക. ED വരെ മറ്റേ KK എബ്രഹാമിൻ്റെ കേസിൽ പുൽപ്പള്ളി സഹകരണ ബാങ്കിൽ റെയ്ഡ് നടത്തുകയൊക്കെ ചെയ്തല്ലോ. അദ്ദേഹത്തിന് വീട്ടിലും ബാങ്കിലും ഒക്കെ നമ്മുടെ എല്ലാം മുമ്പിലുള്ള അതിൻ്റെ വിവരങ്ങളൊക്കെ. ഇതൊക്കെ ഉണ്ടായിട്ട് എന്താണ് കോൺഗ്രസ് ചെയ്തത്? ഒരു പാർട്ടി എന്നുള്ള നിലയിൽ വല്ലതും ചെയ്തോ? ആ വ്യക്തിയെ നടപടിയെടുത്ത് പുറത്താക്കിയെന്നൊക്കെ പറയുന്നത് താങ്കളിപ്പോൾ പറഞ്ഞതുപോലെ 2020 ഞങ്ങൾ അന്വേഷണ റിപ്പോർട്ട് വന്നു, 2 പേരെ ഞങ്ങൾ പുറത്താക്കി, പിന്നെന്തിനാണ് ഇപ്പോൾ എന്നാണ് താങ്കൾ ഞങ്ങളോട് ചോദിക്കുന്നത്. ഈ ചർച്ചയിലിരുന്ന് കേരളീയ സമൂഹത്തിനോട് ചോദിക്കുന്നത്.
അപ്പോൾ ഈ ആത്മഹത്യയുടെ പാപഭാരം ആര് വഹിക്കണം? ആരും വഹിക്കണ്ട. മരിച്ച അച്ഛനും മരിച്ച മകനും ആത്മഹത്യ ചെയ്ത രണ്ടുപേരും മാത്രം, അവരുടെ മാത്രം സ്വയംകൃതാനർത്ഥം എന്നാണ് നമ്മൾ വകവെച്ച് കൊടുക്കേണ്ടത് എന്നാണ് താങ്കൾ പറയുന്നതെങ്കിൽ അങ്ങനെ തുറന്നു പറയണം. അത് അവരുടെ സ്വയംകൃതാനർത്ഥമാണ്, അല്ലെങ്കിൽ അവരുടെ വിധിയാണത് എന്ന് പറഞ്ഞ് താങ്കൾ അങ്ങനെ പരസ്യമായി പറഞ്ഞാൽ മതി. പക്ഷേ അതുകൊണ്ട് നിയമക്കുരുക്ക് ഒഴിവാകുന്നില്ല. അത്ര വൃത്തികെട്ട പണിയാണ് കാണിച്ചിട്ടുള്ളത്. രേഖയുമുണ്ട് അതിന്. IC ബാലകൃഷ്ണൻ MLA കുറ്റക്കാരനാണോ കുറ്റവിമുക്തനാണോ എന്നുള്ളത് എനിക്ക് തീരുമാനിക്കാൻ കഴിയില്ല, നമുക്കാർക്കും കഴിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആരോപണങ്ങൾ മുഴുവൻ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത്. എന്താ പറയുന്നത്, ഒരു ബഞ്ച് ഓഫ് എവിഡൻസ്, തെളിവുകളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ട് അതിന്. അത് അവഗണിക്കാൻ കഴിയില്ല പ്രൊഫസർ റോണി കെ ബേബി. ശരി, ഞാൻ മടങ്ങി വരാം. ശ്രീ M ജയചന്ദ്രൻ, SK സജീഷ്, നോക്കൂ, ബാങ്ക് ഭരണസമിതിയിലെ ചില ആളുകൾക്കെതിരെ നടപടിയെടുത്തു എന്നുള്ളതാണ് പ്രൊഫസർ റോണി കെ ബേബി ഇവിടെ പറയുന്നത്. അങ്ങനെ ബാങ്ക് ഭരണസമിതിയിലെ ഏതാനും ചില ആളുകൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു അഴിമതിയുടെ കഥയല്ല നമ്മൾ ഇവിടെ കേൾക്കുന്നത് എന്നത് മാത്രമല്ല, ഈ ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയതിന് ശേഷം അതിന്മേലൊരു കരാർ ഉടമ്പടി വെക്കുന്നുണ്ട്. ആ കരാർ ഉടമ്പടിയിലെ അവസാന പാരഗ്രാഫിൽ പറയുന്നത് ഈ ഇടപാട് MLAക്ക് വേണ്ടി മാത്രം നടത്തിയതിനാൽ IC ബാലകൃഷ്ണന് വേണ്ടിയാണ്, അദ്ദേഹത്തിന്റെ പേര് മുകളിൽ പറയുന്നുണ്ട്. ഇതിൽ സാക്ഷികൾ ആരും വേണ്ടെന്നും ഇരു കക്ഷികളും സമ്മതിച്ച് ഈ കരാറിൽ ഒപ്പ് രേഖപ്പെടുത്തുന്നു, ഇതിന്റെ ഒറിജിനൽ ഒന്നാം കക്ഷി മാത്രം സൂക്ഷിച്ചാൽ മതിയെന്നും തീരുമാനിച്ചു എന്നുള്ളതുമാണ്. നോക്കൂ, അങ്ങനെ നമ്മളുടെ മുന്നിലേക്ക് കരാർ ഉടമ്പടി വരികയാണ്. അപ്പോൾ പ്രൊഫസർ റോണി കെ ബേബി ചോദിക്കുന്നത്, പരാതിക്കാരൻ കരാർ ഉടമ്പടി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് പണം നഷ്ടപ്പെട്ടു എന്ന് കരുതി പറഞ്ഞ് പരാതി കൊടുക്കുന്നില്ല? ആ ചോദ്യം സാങ്കേതികമായി ഒരുപക്ഷെ അവർക്ക് ഉയർത്താം. പക്ഷെ അതിനപ്പുറം ഈ ആത്മഹത്യ ചെയ്ത വിജയൻ KPCC നേതൃത്വത്തിന് അയച്ച കത്തിൽ ഉൾപ്പെടെ IC ബാലകൃഷ്ണന്റെ പേരുണ്ട്. അപ്പോൾ വിജയനെ കൊണ്ടും ഇത് മറ്റാരോ ചെയ്യിപ്പിച്ചു എന്ന് വേണോ നമ്മൾ കരുതാൻ? അല്ല, ഒരു കാര്യം, കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോൾ UDFന് കോൺഗ്രസിന് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പരിലാളന അവർക്ക് എന്തും ചെയ്യാം എന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏത് ക്രിമിനൽ പ്രവർത്തനവും അഴിമതിയും കൊലപാതകവും എന്ത് നടത്തിയാലും ഇവരെ സംരക്ഷിക്കാൻ ഒരു കൂട്ടം മാധ്യമങ്ങൾ വലതുപക്ഷത്ത് കേരളത്തിലുണ്ട് എന്നതുകൊണ്ട് എന്തുമാകാം എന്നുള്ള നിലയിലേക്കാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർ ചോദ്യം ചെയ്യപ്പെടില്ല, അവർ സമൂഹത്തിൻ്റെ മുന്നിൽ മാന്യരായി നിൽക്കുകയും ചെയ്യും. അതിൻ്റെ ആനുകൂല്യം പറ്റിക്കൊണ്ടാണ് ഈ കളവുകളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ടത് 2 പേരാണ് ആത്മഹത്യ ചെയ്തത്. 78 വയസ്സുള്ള ഒരു പ്രായമേറിയ മനുഷ്യനും അതോടൊപ്പം 38 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ മകനും. ഇങ്ങനൊരു ആത്മഹത്യ അല്ലാത്ത നിലയിൽ പോലും കേരളത്തിലുണ്ടായാൽ കേരളത്തിലെ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യാറുണ്ട്. സ്ത്രീധനവും മറ്റു വിഷയവുമെല്ലാമായി ഉയർന്നു വരുമ്പോൾ അത്തരം വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടാറുണ്ടല്ലോ. എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇതൊരു വിഷയമേ അല്ലാതായി മാറിയിരിക്കുന്നു. എനിക്ക് തന്നെ ഇന്നുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്, ഇന്ന് 7:30 മണിക്ക് മറ്റൊരു ചാനലിൽ പങ്കെടുക്കാൻ ചർച്ചയിലിരിക്കാൻ വേണ്ടി സെൻട്രലിൽ നിന്ന് നിർദ്ദേശിച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ 7:30 മണിയാകുന്നതിന് മുമ്പ് ഒരു 6:30 മണിയൊക്കെ ആകുമ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ വിഷയം മാറ്റിയിരിക്കുന്നു. ആദ്യം അവർ ഈ വിഷയം എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു, പക്ഷേ കോൺഗ്രസ്സിന് പൊള്ളും എന്ന് മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കും ആ വിഷയം അവർ മാറ്റുന്നു. ഈ രീതിയിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇവരെ പരിലാളിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് പ്രശ്നം. ഇവിടെ ഈ 2 പേർ മരണപ്പെടുന്നു. അവരുടെ ആത്മഹത്യക്ക് കാരണം എന്ത് എന്നത് വ്യക്തമാണ്. അവരുടെ ആത്മഹത്യാക്കുറിപ്പ് പോലും കോൺഗ്രസ്സുകാർ തന്നെ എടുത്തു മാറ്റി എന്നാണ് കോൺഗ്രസ്സുകാർക്കിടയിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപമായി നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ ഇവരുടെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ അദ്ദേഹത്തിൻ്റെ നേരത്തെ KPCC പ്രസിഡൻ്റായിരുന്ന K സുധാകരന് അയച്ച കത്ത്, ആ കത്തിനകത്ത് IC ബാലകൃഷ്ണൻ MLAക്ക് വേണ്ടി പണം പിരിച്ചു എന്നും ഇപ്പോൾ അദ്ദേഹം സഹായിക്കുന്നില്ല, ആ പണം തിരിച്ചു കൊടുക്കാൻ ആവശ്യമായ സഹായം ചെയ്തു തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തല്ലേ പുറത്തു വന്നിരിക്കുന്നത്. ഇത് കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് ഇവിടെ നിഷേധിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണോ? KPCC പ്രസിഡന്റിന് അയച്ച കത്തല്ലേ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഏതോ 2 പേരെ നടപടിയെടുത്തു എന്ന് അദ്ദേഹം പറയുകയാണ്, അന്വേഷണം നടത്തിയിട്ട് നടപടിയെടുത്തു എന്ന്. എന്താണ് അതിൻ്റെ ഉള്ളടക്കം പരിശോധിച്ചാൽ നമുക്കറിയാമല്ലോ. ഒരു ബാങ്ക് അല്ലെങ്കിൽ മറ്റൊരു ബാങ്ക് അല്ലെങ്കിൽ മൂന്നാമതൊരു ബാങ്ക്, ഈ ഏതെങ്കിലും ഒരു ബാങ്കിനകത്ത് ജോലി കിട്ടിയാൽ ഈ പണം അവരെടുക്കുമെന്നും ഇത് കിട്ടിയില്ല എങ്കിൽ പണം തിരിച്ചു തരും, ഇതാണല്ലോ എഗ്രിമെൻറ്റിനകത്ത് കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബാങ്കിനകത്തുള്ള ഡയറക്ടർ ബോർഡ് മെമ്പർമാർ തീരുമാനിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്, ഇത് പുറത്തു നിന്നൊരാൾ ഓപ്പറേറ്റ് ചെയ്യുകയാണ്. ഇവിടെ നേരത്തെ ശ്രീ M ജയചന്ദ്രൻ സൂചിപ്പിച്ച ഒരു വിഷയമുണ്ട്. സഹകരണ ബോർഡിലൂടെയാണ് സഹകരണ ബാങ്കിലുള്ള നിയമനങ്ങളെല്ലാം നടക്കുന്നത്. ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന സഹകരണ മേഖലയിലെ ഉദ്യോഗാർത്ഥികളുണ്ടാവുമല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം അനുഭവപ്പെടുത്തുന്ന ഒരു കാര്യമല്ലേ. അവരെല്ലാം പരീക്ഷ എഴുതി പാസ്സായി
അതിനനുസരിച്ച് നിയമനം നടക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു ഇടപെടൽ നടത്താൻ വേണ്ടി കഴിയും എന്നുള്ള ഒരു പ്രശ്നമല്ലേ ഉയർത്തിക്കൊണ്ടുവരുന്നത്? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു നിയമനം നടത്താൻ വേണ്ടി കഴിയില്ലല്ലോ. അങ്ങനെ നിയമനം നടത്തുകയാണെങ്കിൽ ഇപ്പോൾ ഇവർക്ക് മെറിറ്റ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ബാങ്കിൽ എവിടെയെങ്കിലും ലഭിക്കും. അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ ആ പണം തങ്ങൾക്കെടുക്കാം. അങ്ങനെ ഒരു പരീക്ഷണം പോലെ ആളുകളെ പറ്റിച്ചുകൊണ്ട് കോഴ വാങ്ങുന്ന ഒരു ഏർപ്പാടാണല്ലോ ഇതിലുണ്ടായിരിക്കുന്നത്. അങ്ങനെ 7ഓളം പേരെ പറ്റിച്ചു. 1.18 കോടി രൂപ IC ബാലകൃഷ്ണൻ കൈക്കലാക്കി എന്നതാണല്ലോ ആക്ഷേപമായി നിലനിൽക്കുന്നത്. ആ ആക്ഷേപത്തിൻ്റെ ഭാഗമായി അതിൽ പണം താനല്ല കൈകാര്യം ചെയ്തതെന്നും താൻ അതിൻ്റെ ബലിയാടാവുകയാണ് എന്നും മനസ്സിലായപ്പോൾ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് വന്നു. ഇത് കോൺഗ്രസിൻ്റെ ഒരു ജില്ലാ ട്രഷററാണ് ആത്മഹത്യ ചെയ്യുന്നത്. സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന വ്യക്തി ഇവർ നടത്തിയ അഴിമതിയുടെ ഭാഗമായി ആത്മഹത്യ ചെയ്യുന്ന നിലയിലേക്ക് വന്നു. അവിടെയും പ്രശ്നം അവസാനിക്കില്ല എന്നുള്ളത് കൊണ്ട് തൻ്റെ കുടുംബം പോലും ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല എന്നുള്ളത് കൊണ്ട് മകനും കൂടി ആത്മഹത്യ ചെയ്യുന്ന നിലയിലേക്ക് വന്നു. ഈ ആത്മഹത്യക്കെല്ലാം കാരണമായിട്ടുള്ള രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് KPCC പ്രസിഡന്റിന് അയച്ച കത്തായാലും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥിയുടെ അച്ഛനുമായുണ്ടാക്കിയ കരാറായാലും ഇത് രണ്ടും ഈ സത്യം പുറത്തേക്ക് കൊണ്ടുവരുന്ന വിഷയമാണ്. പക്ഷേ ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെ എന്ത് വിഷയമായാലും ഞങ്ങളിങ്ങനെ കോൺഗ്രസിനെയും ആ കൂട്ടർ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ നെറുകെട്ട പ്രവർത്തനങ്ങളെയും താലോലിച്ചു കൊണ്ടിരിക്കും എന്നൊരു സമീപനം കേരളത്തിൽ സ്വീകരിക്കപ്പെടുകയാണ്. ഇത്തരമൊരു സമീപനം എന്തും ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് ഇവരെ മാറ്റി തീർക്കുകയാണ്. അതുകൊണ്ട് ആളുകൾ ആത്മഹത്യ ചെയ്യപ്പെടും, അതുകൊണ്ട് ആളുകൾ കൊല ചെയ്യപ്പെടും, എന്ത് അഴിമതിയും ഇവർക്ക് നടത്താം, ഇതിനെയെല്ലാം വെള്ളപൂശി കൊടുക്കും എന്നൊരു നിലയിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് സമൂഹം ഈ വിഷയത്തെ ഗൗരവമായി കാണണം. ഇനി കേരളത്തിലെ സകല മാധ്യമങ്ങളും വലതുപക്ഷവും ഒരുമിച്ച് ചേർന്ന് ഈ കൂട്ടരെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിച്ചാലും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഈ നെറുകേട് 2 പേരുടെ ദാരുണമായ മരണത്തിനിടയാക്കിയ ഈ നെറുകേട് പുറത്തേക്ക് വരിക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല. ശരി, പ്രൊഫസർ റോണി കെ ബേബി, നോക്കൂ, വീണ്ടും നമ്മൾ ആ കത്തുകളിലേക്ക് തിരിച്ചു വരികയാണ്. താങ്കൾ ആദ്യം പറഞ്ഞ തരത്തിൽ കരാർ ഉടമ്പടി. അപ്പോൾ താങ്കൾ ചോദിക്കുന്നു, അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പോലീസിനെ സമീപിക്കാമായിരുന്നല്ലോ, ആ നിലയിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. പക്ഷേ ആ പണം കൊടുത്ത നടപടി തന്നെ നിയമവിരുദ്ധമാണെന്ന് അറിയാത്തവരായിരിക്കില്ലല്ലോ അവർ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് നോക്കൂ, നമ്മൾ ആദ്യം പറഞ്ഞ തരത്തിൽ ഈ മരിച്ച വിജയൻ KPCC പ്രസിഡന്റിന് അയച്ച കത്താണ്. അതിൽ പറയുന്നുണ്ട്, ഈ ഉദ്യോഗാർത്ഥികളിൽ ഒരാളുടെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപ വാങ്ങി ഞാൻ IC ബാലകൃഷ്ണനെ ഏൽപ്പിച്ചു. മറ്റു 2 പേരിൽ നിന്നും പൈസ വാങ്ങി PV ബാലചന്ദ്രൻ മുഖേന IC ബാലകൃഷ്ണന് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും വിജയൻ പറയുന്നത് KPCC പ്രസിഡന്റിന് അയച്ച കത്തിലാണ്. സ്വാഭാവികമായും ആ കാലയളവിലും മരിക്കുന്നത് വരെയും വിജയൻ എന്ന ആൾ കോൺഗ്രസിന്റെ അടിയുറച്ച പ്രവർത്തകനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാൾ KPCC പ്രസിഡന്റിന് IC ബാലകൃഷ്ണനെ പോലെ ഒരാളുടെ പേരിൽ ഇങ്ങനെ ഒരു വ്യാജ പരാതി കൊടുത്തു, വ്യാജ കത്ത് കൊടുത്തു എന്നാണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് വിജയനെതിരെ നിങ്ങൾ നടപടിയെടുത്തില്ല? അർഷിത, ഇതിൻ്റെ അകത്ത് ഒരുപാട് ലോജിക്കൽ ഇഷ്യൂസ് വരുന്നുണ്ട് നമ്മൾ ഈ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ വാസ്തവവുമായി ബന്ധപ്പെട്ട്. ബഹുമാനപ്പെട്ട അന്തരിച്ച വിജയനും അദ്ദേഹത്തിന്റെ മകനും ഞാൻ മനസ്സിലാക്കുന്നത് ഒരാഴ്ചയിൽ കൂടുതലായി അവര് ആത്മഹത്യാ ശ്രമം നടത്തി ആശുപത്രിയിലായിരുന്നു. ആദ്യം ഇവിടെ പ്രചരിപ്പിച്ച ഒരു കഥ, അവിടെ ഒരു ആത്മഹത്യക്കുറിപ്പ് ഉണ്ടായി, CPM-കാരും DYFI-കാരും പോലീസും ഒക്കെ അവിടെ പോയി തപ്പി അവിടെ ഒരു ആത്മഹത്യക്കുറിപ്പുണ്ടോ, അങ്ങനെ ഒരു ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തിയില്ല. അപ്പോൾ ഒരു നുണ പ്രചരിപ്പിച്ചു, കോൺഗ്രസ്സുകാർ തന്നെ അവിടുന്ന് അത് മാറ്റി. ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ വിജയൻ മാഷിന്റെ അല്ലെങ്കിൽ അന്തരിച്ച വിജയന്റെ ഉറ്റ ബന്ധുക്കള് മറ്റുള്ള ആളുകളുണ്ടല്ലോ, അവരാരെങ്കിലും ഈ കഴിഞ്ഞ ഒരു 10 ദിവസത്തിനകം ഈ കോൺഗ്രസ് അദ്ദേഹത്തെ ചതിച്ചതിന്റെ പേരിലാണ് അദ്ദേഹത്തെ ആത്മഹത്യ ചെയ്തത് എന്നൊരു ആരോപണം മറ്റ് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും അടുത്ത ബന്ധുക്കള് ഉന്നയിച്ചതായി കാണുന്നുണ്ട്? പ്രൊഫസർ റോണി കെ ബേബി, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഉന്നയിച്ചു എന്നതിനപ്പുറം വയനാട്ടിലെ തന്നെ കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയത്തിൽ കോൺഗ്രസിനെതിരെ തന്നെ രംഗത്ത് വരുന്നുണ്ട്. ശ്രീ SK സജീഷ് പറഞ്ഞതുപോലെ അതിനെങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാനാകും? ഞാൻ പറയാം. നമുക്ക് അതിനകത്ത് മറ്റ് കാരണങ്ങൾ, ഞാൻ ഒരിക്കലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഉറ്റ ബന്ധുക്കളുണ്ട്, ഞാൻ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ഒരു പരാമർശമല്ല നടത്തുന്നു. അദ്ദേഹത്തിന്റെ ഞാൻ ഒരിക്കലും അത് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇങ്ങനെ ചർച്ച വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകന്റെ ആരോഗ്യവുമായി ഒക്കെ ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ അതൊന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല, ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ട മറ്റ് കാരണങ്ങളുണ്ടോ എന്ന് തീർച്ചയായിട്ടും പോലീസ് പരിശോധിക്കട്ടെ. കാരണം ഇപ്പോൾ ഈ ബോള് തീർച്ചയായിട്ടും അത് പോലീസിന്റെ കോർട്ടിലാണ്. പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു നിയമപരമായും രാഷ്ട്രീയമായിട്ടും ഒക്കെ ഇതിനകത്ത് ഞാൻ ഉന്നയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, ഇത് ഇപ്പോൾ 1 മാസത്തിനകമോ 2 മാസത്തിനകമോ നടന്ന ഒരു പണത്തിന്റെ ക്രയവിക്രയമോ അല്ലെ കൊടുക്കൽ വാങ്ങലോ ആണെങ്കിൽ
നമുക്ക് ഇവിടെ ബഹുമാനപ്പെട്ട സനീഷും ജയേന്ദ്ര മാഷും ഒക്കെ സംസാരിക്കുന്ന അതേ ആർഗ്യുമെന്റിൽ ഞാൻ തിരിച്ച് സംസാരിക്കാൻ പറ്റും. ഇത് ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു 6-7 വർഷമായി ബന്ധപ്പെട്ട സംഭവം. ഇതിലിപ്പോ 7 ആളുകൾ അവർക്ക് പണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. അതിന് വളരെ ലളിതമായി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ 7 ആളുകൾ അവരിൽ ഒരാൾക്കെങ്കിലും തങ്ങൾ ചതിക്കപ്പെട്ടതാണെന്നോ വഞ്ചിക്കപ്പെട്ടതാണെന്നോ, ഇവിടെ പണം കൊടുത്തോ വാങ്ങിയോ എന്നുള്ളതല്ല, ഇവിടെ വഞ്ചന എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നമ്മൾ ഈ പറയുന്ന ആരോപണങ്ങൾ ശരിയാണ് എന്ന് സമ്മതിക്കുകയാണെങ്കിൽ ഈ വഞ്ചന നടന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ 7 പേരിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഈ പോലീസിൽ പരാതിപ്പെട്ടു. പ്രൊഫസർ റോണിക്ക് നോക്കൂ, അങ്ങനെയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ അങ്ങ് തന്നെ പറഞ്ഞു ഇവിടെ ഇങ്ങനെ അനധികൃതമായി പണം കൈപ്പറ്റിയത് കോൺഗ്രസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു, 2 പേർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കോൺഗ്രസ് തന്നെ അത് സ്ഥിരീകരിക്കുന്നുണ്ട്, ഇവരിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. ഇവർ പരാതി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. ഞാൻ കൃത്യമായി പറയാം. ഞങ്ങൾ 2021 ഞങ്ങൾ അന്വേഷണം നടത്തി, അന്വേഷണ കമ്മീഷനെ വെച്ചു. 2 ആളുകൾ, കാരണം നമുക്കറിയാം ഇവിടെ പങ്കെടുക്കുന്ന സനീഷ് ഉൾപ്പെടെ നമ്മളെല്ലാം പൊതുപ്രവർത്തന. സഹകരണ ബാങ്ക് ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാ അധികാരവും എന്ന് പറയുന്നത് സഹകരണ ബാങ്ക് പ്രസിഡന്റിനും അവരുടെ കമ്മിറ്റി ലീഡിലും ആയിരിക്കും. അത് ഒന്നാമത്തെ പടിയായി ഞങ്ങൾ കണ്ടെത്തിയത് ആരാണ്? ഡോക്ടർ സണ്ണി. ആ പ്രധാനപ്പെട്ട ബാങ്കിന്റെ പ്രസിഡന്റ് ഡോക്ടർ സണ്ണി. അങ്ങനെ അനധികൃതമായ ഒരു ഇടപാട് നടന്നു എന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് അങ്ങ് സമ്മതിക്കുന്നുണ്ട്, നടപടിയും എടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പിന്നെ ഈ പണം കൊടുത്തവർ പരാതി ഉന്നയിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് തന്നെ പ്രസക്തി ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ അന്ന് പണം വാങ്ങിയ ആളുകൾ ഒരുപക്ഷെ പണം തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും ഈ പരാതിക്കാർക്ക്. ഞാൻ വീണ്ടും ഒരു കാര്യം കൂടെ നിങ്ങൾ നടപടി എടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ പണം തിരികെ കൊടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് നിങ്ങളല്ലേ? അത് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, കാരണം അവരെ ഞങ്ങൾ കാരണം പാർട്ടി അതിനകത്ത് ഒരു മീഡിയേഷൻ അല്ലല്ലോ, പാർട്ടി അല്ലല്ലോ പണം വാങ്ങിയത്. ബാങ്ക് പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു വ്യക്തി, അയാൾ നടത്തിയ അഴിമതി, അയാൾ പണം വാങ്ങി, അയാള് അന്വേഷണ വിധേയമായി അയാൾ പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനാണെന്ന് ബോധ്യപ്പെട്ട് ഞങ്ങൾ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. മാത്രമല്ല ഒരു കാര്യം മനസ്സിലാക്കണം, അയാളുടെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന അതിലെ 2 നേതാക്കളുടെ പേര് ഞാൻ പറഞ്ഞു. ഒന്ന് MS വിശ്വനാഥൻ. ആരായിരുന്നു MS വിശ്വനാഥൻ? 2021 IC ബാലകൃഷ്ണനെതിരെ CPM സ്ഥാനാർത്ഥിയായിരുന്നു. ഈ ഭരണസമിതി ഞങ്ങൾ ഈ പണം നേരിട്ട് വാങ്ങി എന്ന് ബോധ്യപ്പെട്ട 2 ആളുകളെ പുറത്താക്കുകയും മറ്റ് ആ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഞങ്ങൾ വീണ്ടും സീറ്റ് നിഷേധിക്കുകയും ചെയ്തു. അവർ നേരമായി CPM പോയി. അവരൊക്കെയാണ് ഈ പറയുന്ന അഴിമതി കാണിച്ചു എന്ന് പറയുന്ന ഡോക്ടർ സണ്ണി. അദ്ദേഹം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്നു, CPM സ്ഥാനാർത്ഥിയായിരുന്നു പിന്നീട് വന്ന ബാങ്ക് തെരഞ്ഞെടുപ്പില്. അതുപോലെ തന്നെ ഞങ്ങൾ സീറ്റ് നിഷേധിച്ച MS വിശ്വനാഥൻ 2021 CPM സ്ഥാനാർത്ഥിയായിരുന്നു. അയാൾ നേരെ പോയി CPM വിമർശിച്ചു. എന്നിട്ട് അന്ന് പറഞ്ഞു 2 കോടി രൂപ എന്ന് പറയുന്ന 1,18,00,000. അന്ന് MS വിശ്വനാഥൻ ഉന്നയിച്ച ആരോപണം എന്താണെന്നറിയോ? 2 കോടി രൂപ IC ബാലകൃഷ്ണൻ കൈക്കൂലി മേടിച്ചു. വർഷം 4 കഴിഞ്ഞല്ലോ. CPM പോലീസല്ലേ, പിണറായി വിജയന്റെ പോലീസല്ലേ, CPM ഭരിക്കുന്ന സർക്കാരിന്റെ പോലീസല്ലേ? ഈ 3 വർഷത്തിനിടയിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട CPM സ്ഥാനാർത്ഥി തന്നെ ഇത്ര ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് എന്ത് നടപടി കേരള പോലീസ് സ്വീകരിച്ചു? ശരി, ഞാൻ വരാം. സജഷൻ നോക്കൂ, ഈ ബാങ്കിന്റെ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവിടെ ഒരു അനധികൃതമായ നിയമനത്തിനായി പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പണം വാങ്ങിയ 2 പേർക്കെതിരെ കോൺഗ്രസ് നടപടി എടുത്തിട്ടുണ്ടെന്നാണ് പ്രൊഫസർ റോണി കെ വിബ പറയുന്നത്. അവർ പിന്നീട് CPIൽ ചേർന്നു, CPMുമായി സഹകരിക്കുന്നു. അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാനാകും കോൺഗ്രസിന്? വാങ്ങിയെന്ന് പ്രഥമ ദൃഷ്ടിയാൽ തെളിവ് ശേഖരിച്ച 2 പേർക്കെതിരെ അവർ നടപടി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് ആ ഘട്ടത്തിൽ ഈ 2 പേർ തന്നെ ആരോപണം ഉന്നയിച്ചപ്പോൾ ഏതെങ്കിലും നിലയിലുള്ള അന്വേഷണം നടത്തിയോ എന്നുള്ളത് സർക്കാരിനോടുള്ള ചോദ്യമാണ്. അല്ല, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ശ്രീ റോണി പറഞ്ഞതിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമാണല്ലോ. അതായത് IC ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഈ നിയമനത്തിന് വേണ്ടി 2 കോടിയോളം രൂപ കൈക്കൂലിയായി വാങ്ങിയിരിക്കുന്നു എന്ന ആക്ഷേപം ഉന്നയിച്ച ആളുകളെയാണ് പുറത്താക്കിയത്, അല്ലാതെ കാശ് വാങ്ങിയ ആളുകളെ അല്ല പുറത്താക്കിയത്. അത് അദ്ദേഹം പറഞ്ഞു. അവർ ആക്ഷേപം ഉന്നയിച്ചു, അതിൻ്റെ പേരിൽ കേസെടുക്കാമായിരുന്നല്ലോ എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണ്? ആക്ഷേപം ഉന്നയിച്ചവരെ പുറത്താക്കി ആക്ഷേപത്തെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്, അതിന് നടപടിയെടുക്കുകയല്ല ചെയ്തത്. അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് സൂക്ഷ്മമായി വായിച്ചാൽ കാര്യങ്ങളെല്ലാം അറിയാം. എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ പറഞ്ഞ ആക്ഷേപം ഉന്നയിച്ച ആളുകളെ നിങ്ങൾ അന്ന് തന്നെ പുറത്താക്കി കളഞ്ഞു IC ബാലകൃഷ്ണന് വേണ്ടി. രണ്ടാമത്തെ എന്താണ്? നിങ്ങൾ ഈ ബാങ്കിനകത്ത് ഇങ്ങനെ കൈക്കൂലി വാങ്ങിക്കൊണ്ട് നിയമനം നടത്തുന്നൊരു ഏർപ്പാടുണ്ട്, അതിൻ്റെ ഭാഗമായി നിങ്ങൾ പരിശോധന നടത്തിയിട്ടുണ്ട് എന്നും നിങ്ങൾ സമ്മതിച്ചു. അതായത് ഈ ആത്മഹത്യയുടെ പിന്നിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിലെ 2 കാര്യങ്ങൾ നിങ്ങൾ സമ്മതിക്കുന്നു. അതായത് ഇങ്ങനെയാണ് ആ ബാങ്കിനകത്ത് നിയമനം നടന്നത് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നു. ഇനി മൂന്നാമത്തെ പ്രശ്നമായി വരുന്നത് എന്താണ്?
ഈ കാശ് വാങ്ങിയത് നിങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ, നിങ്ങൾ നടപടിയെടുത്തപ്പോൾ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ പറയും ഇന്ന ആളുകൾക്ക് ഇത്ര രൂപ ഈ നടപടിയുടെ ഭാഗമായി ഞങ്ങൾ തിരിച്ചു കൊടുത്തു എന്ന് റോണിയുടെ പറയട്ടെ. ഇത്ര ആളുകൾക്ക് ഇത്ര രൂപ അവരിൽ നിന്ന് വാങ്ങിയത് ഞങ്ങൾ പാർട്ടി പരിശോധിച്ച് തിരിച്ചു കൊടുത്തു, ഈ ബാങ്കിനെ കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടർമാരായ ആളുകളെ കൊണ്ട് തിരിച്ചു കൊടുപ്പിച്ചു എന്ന് പറയട്ടെ. കൊടുത്തിട്ടില്ല. കൊടുക്കാത്തതാണ് എന്തായി മാറിയത്. ശ്രീ വിജയൻ ഇപ്പോൾ ആത്മഹത്യ ചെയ്ത ജില്ലാ ട്രഷറർ അദ്ദേഹത്തിൻ്റെ പരാതിയായി KPCC പ്രസിഡന്റിന് കൊടുത്തത്. ആ പരാതിയിൽ എന്താണ് നിലനിൽക്കുന്നത്? എന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ IC ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ പണം വാങ്ങി, ആ വാങ്ങിയ പണം തിരിച്ചു കൊടുക്കണം എന്നായിരുന്നല്ലോ കത്തിൻ്റെ ഉള്ളടക്കം. അതിൽ വളരെ വ്യക്തമായിട്ട് IC ബാലകൃഷ്ണൻ MLA പേര് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന് വേണ്ടിയാണ് വാങ്ങിയത്, അത് തിരിച്ചു കൊടുക്കണമെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പറയും. വീണ്ടും ഇപ്പോൾ ഈ കാര്യം ഒന്നുകൂടി അന്വേഷിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ, KPCC തന്നെ അന്വേഷിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. ആര്? ഇപ്പോഴത്തെ DCCയുടെ പ്രസിഡന്റ് ND അപ്പച്ചൻ പറയുന്നുണ്ടല്ലോ, അദ്ദേഹം ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. അവിടെ പ്രശ്നങ്ങൾ നടന്നു, ആളുകളിൽ നിന്ന് നിയമന തട്ടിപ്പിൻ്റെ ഭാഗമായി പണം വാങ്ങി, ആ പണം വാങ്ങിയത് ചോദ്യം ചെയ്ത ആളുകളെ പുറത്താക്കി, പണം തിരിച്ചു കൊടുക്കണമെന്ന് വീണ്ടും ശ്രീ വിജയൻ ആവശ്യപ്പെട്ടു. അത് നിങ്ങൾ കൊടുത്തില്ല. അതിൻ്റെ ഭാഗമായി ബാധ്യത മുഴുവൻ അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് വന്നു, കുടുംബത്തിൻ്റെ തലയിലേക്ക് വന്നു. അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇത് തന്നെയാണ് കോൺഗ്രസിന് വേണ്ടി ഇപ്പോൾ സംസാരിച്ച ശ്രീ റോണി ഇവിടെ സ്ഥാപിച്ചത്. അത് വസ്തുതയുമാണ്. ആ വസ്തുതയാണ് നമ്മൾ ഗൗരവമായി കാണേണ്ടത്. രണ്ട് മനുഷ്യരുടെ അതിദാരുണമായ മരണത്തിനിടയാക്കിയ സംഭവം, ആ സംഭവത്തിൻ്റെ പിന്നിൽ കോൺഗ്രസിൻ്റെ പണത്തോടുള്ള ആർത്തിയാണ് എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ പരാതി ഈ പറഞ്ഞ ഇരകളായവർ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമൊക്കെ വരാനിരിക്കുന്നതാണ്. അവർ ഏത് തരത്തിലുള്ള ഈ IC ബാലകൃഷ്ണൻ്റെ ഒക്കെ രീതിയും ഭീഷണിപ്പെടുത്തുന്ന രീതിയും പ്രലോഭിപ്പിക്കുന്ന രീതിയും എല്ലാം നമുക്കറിയാമല്ലോ. അദ്ദേഹത്തോടൊക്കെ എതിർത്ത് ഇവരോടൊക്കെ എതിർത്ത് അവിടെ ജീവിക്കാൻ വേണ്ടി പറ്റുന്ന അന്തരീക്ഷമാണ് ഉണ്ടാവുക. ചിലപ്പോൾ ഈ പറഞ്ഞ അവർക്ക് ഈ പറഞ്ഞ ഇരകളായവർക്ക് ചിലപ്പോൾ ഓഫറുകൾ നൽകിയിട്ടുണ്ടാകും, ചിലപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകും, അവരെ പല രീതിയിൽ നിങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടാകും, പല രീതിയിൽ ഇപ്പോൾ അവരെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. പക്ഷെ ആ തടഞ്ഞു നിർത്തലൊന്നും ഇനിയും എക്കാലവും നിൽക്കാമെന്ന് കരുതണ്ട. കാരണം ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സ്വാഭാവികമായും ഞാനും ഈ കെണിയിൽ പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് സാധാരണഗതിയിൽ ആളുകൾ വരിക. തങ്ങൾക്ക് കൂടി ഒരു അവസരം ലഭിക്കും, നീതി ലഭിക്കും എന്നൊക്കെ തോന്നിയിട്ട്. ഇപ്പോൾ അവർ നിങ്ങൾ തീർത്ത ഒരു അനീതിയുടെ കാർമേഘത്തിൻ്റെ ഉള്ളിലാണുള്ളത്. എങ്കിലും ഒരു മരണമായതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഒരാളുടെയെങ്കിലും അവർ തമ്മിലുണ്ടാക്കിയ എഗ്രിമെൻറ്റ് പുറത്തു വന്നിരിക്കുന്നത്. മൂന്നിൽ ഏതെങ്കിലും ഒരു ബാങ്കിൽ ജോലി കിട്ടിയില്ലെങ്കിൽ പണം തിരിച്ചു നൽകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതെങ്കിലും ഒരു ബാങ്ക് ഭരണസമിതിയോ അല്ല തീരുമാനിക്കുന്നത്, മൂന്നിൽ ഏതെങ്കിലും ഒരു ബാങ്കിൽ ലഭിക്കും, ഇല്ലെങ്കിൽ പണം തിരിച്ചു തരും എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ബാങ്കിനെയും നിയന്ത്രിക്കാൻ കഴിയുന്ന മറ്റൊരാൾ, ആ മറ്റൊരാൾ തന്നെയാണ് ശ്രീ NM വിജയൻ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നതിന് കാരണമായി അദ്ദേഹം KPCC പ്രസിഡന്റിന് എഴുതിയ കത്തിൽ ഉൾപ്പെടെ പരാമർശിക്കുന്ന ഈ പറഞ്ഞ വയനാടിൻ്റെ MLA ആയിട്ടുള്ള IC ബാലകൃഷ്ണൻ. ഇത് കാര്യം വ്യക്തമാണ്. ഞാൻ മടങ്ങി വരാം. ശ്രീ പ്രൊഫസർ റോണിക്ക് ബേബി, നോക്കൂ, ഞാൻ അതേ ചോദ്യം തന്നെ ആവർത്തിക്കുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ താങ്കൾ പറയുന്നത് ബാങ്ക് ഭരണസമിതിയുടെ ആളുകൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ ഈ കരാർ ഉടമ്പടിയിൽ തന്നെ പറയുന്നു ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു ബാങ്കിൽ എന്നുള്ളതാണ്. മൂന്നും കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കുകളാണ്. അപ്പോൾ ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്യാൻ, ജോലി നൽകാമെന്ന് ഉറപ്പ് നൽകാൻ നിങ്ങൾ നടപടിയെടുത്ത ബാങ്കിലെ ഭരണസമിതിക്ക് എങ്ങനെയാണ് ആകുന്നത് പ്രൊഫസർ റോണി കെ ബേബി? അപ്പോൾ അതിനപ്പുറത്തേക്കുള്ള ഒരു ഉറപ്പ് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടാകണ്ടേ? നമ്മള് ഈ കരാർ ഉടമ്പടിയൊക്കെ ഉണ്ട്, അത് നിലവിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ ഈ ചർച്ചയിലൊക്കെ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നത്. ആ കരാർ ഉടമ്പടി ഞങ്ങൾ അതിനെ നിഷേധിക്കുന്നു. അങ്ങനെ ഒരു കരാർ ഉടമ്പടി അത് വ്യാജമായി ഉണ്ടാക്കിയതാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ടാണ് IC ബാലകൃഷ്ണൻ നാളെ പരാതി കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് ഇത് അറിയാമോ, അല്ല ഇങ്ങനെ ഒരു കരാർ ഉടമ്പടി ഉണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹം പരാമർശിക്കാൻ പോകുന്നു. അദ്ദേഹം എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മരിച്ച വിജയൻ KPCC പ്രസിഡന്റ് എഴുതിയ കത്തിനെ നിഷേധിക്കുന്നുണ്ടോ? അത് ഇത് രണ്ടും അന്വേഷിക്കട്ടെ. വ്യക്തമായ മറുപടി പറയൂ പ്രൊഫസർ റോണി ബേബി. കരാർ ഉടമ്പടി നിങ്ങൾ നിഷേധിക്കുന്നു, ശരി, ഞാനത് അംഗീകരിച്ചു വാദത്തിന് വേണ്ടി. അങ്ങനെയെങ്കിൽ KPCC പ്രസിഡന്റിന് കോൺഗ്രസിന്റെ അടിയുറച്ച പ്രവർത്തകരായിരുന്ന വിജയൻ, IC ബാലകൃഷ്ണൻ ഉൾപ്പെടെ ഇതിൽ പങ്കുണ്ട്, IC ബാലകൃഷ്ണന് വേണ്ടിയാണ് പണം വാങ്ങിയത് എന്ന് ചൂണ്ടിക്കാണിച്ചെഴുതിയ കത്തിനെ കൂടി നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ? അതിനകത്ത് ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. കാരണം 2021 ശേഷം നടന്ന ഒരു DCC യോഗത്തിലും ബഹുമാനപ്പെട്ട ശ്രീ വിജയൻ ഈ വിഷയം അവിടെ ചൂണ്ടിക്കാട്ടിയിട്ടില്ല.
പറഞ്ഞിട്ടില്ല, സംസാരിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പരാതി ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു കരാർ ഉടമ്പടി ഉണ്ട് എന്ന് അദ്ദേഹത്തിന് പരാതി ഉണ്ടെങ്കിൽ, ഇതിനകത്ത് രണ്ടുപേര് ചേർന്നാണല്ലോ കരാർ ഉടമ്പടി. ഒന്ന് ശ്രീ വിജയനും, രണ്ട് ശ്രീ പീറ്ററും. ഈ പറഞ്ഞ രണ്ടാളുകളും ഇവര് ആക്ഷേപം ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ആക്ഷേപം ഉന്നയിക്കുന്ന IC ബാലകൃഷ്ണന്റെ അടുത്ത് ഈ വിഷയം ധരിപ്പിച്ചിട്ടില്ല. അദ്ദേഹം ഇതിനെക്കുറിച്ച് അറിയത്തില്ല. പറഞ്ഞില്ല, ഈ പറയുന്ന 10-30 ലക്ഷം രൂപ ഈ പീറ്റർ എന്ന് പറയുന്ന ആൾ ഈ പറയുന്ന വിജയനെ വിശ്വസിച്ച്, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു കരാർ ഉടമ്പടിയാണ്, സാക്ഷിതയുണ്ട്. ഈ കരാർ ഉടമ്പടിയിൽ ഇവർ രണ്ടുപേരേ ഉള്ളൂ. അതിലൊരാള് ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. ആകെയുള്ളത് ശ്രീ പീറ്റർ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് സാക്ഷികൾ പോലും ഇല്ല. സാക്ഷികൾ പോലും ഇല്ലാത്ത കരാർ ഉടമ്പടി സാക്ഷി വേണ്ട എന്നുള്ള ഡിമാൻഡിനെ പണം കൊടുത്തവർ പോലും അംഗീകരിക്കുകയാണ്. ഞാൻ വരാം. ശ്രീ M ജയചന്ദ്രൻ, നോക്കൂ, ഈ വാദങ്ങൾ എത്രമാത്രം നിലനിൽക്കുന്നതാണ്. ഇപ്പോൾ പ്രൊഫസർ റോണി കെ ബേബിയും കോൺഗ്രസും ഉയർത്തുന്ന വാദങ്ങൾ, ഇവിടെ കരാർ ഉടമ്പടി ഇല്ല എന്ന് അവർ തന്നെ വാദിക്കുന്നു. ശരി, അത് വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ പോലും KPCC പ്രസിഡന്റിന് വിജയൻ അയച്ച കത്ത് നമ്മുടെ മുന്നിൽ പകൽ വെളിച്ചം പോലെയുണ്ട്. അതിൽ IC ബാലകൃഷ്ണന് വേണ്ടിയാണ് പണം വാങ്ങിയതെന്ന് കൃത്യമായി പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് പാർട്ടിയുടെ ഒരു വേദിയിലും വിജയൻ ആ വിഷയം പരാതിയായി ഉന്നയിക്കുകയോ IC ബാലകൃഷ്ണൻ പേര് പറയുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്. പ്രൊഫസർ റോണിയുടെ ഈ ഡിഫൻസ് വളരെ ബ്ലൈൻഡാണ്. വളരെ ബ്ലൈൻഡായിട്ടുള്ള ഡിഫൻസ് എടുത്തുകൊണ്ടൊന്നും കാര്യമില്ല ഇതിൻ്റെ അകത്തെ. അത് പിന്നെ ഒരു തരത്തിലും ഈ വസ്തുതകളുമായി അതിൻ്റെ വിദൂരമായി പോലും അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയില്ല കോൺഗ്രസ്സിന് ഒരിക്കലും. ഇവിടെ ഈ പ്രശ്നം മാത്രമല്ല ഞാൻ പറയുന്നത്, വയനാട്ടിലെ സഹകരണ മേഖലയിൽ കോൺഗ്രസ് വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി തട്ടിപ്പുകളുടെ പ്രശ്നമാണ് ഇതും മുൻപ് ഞാൻ പറഞ്ഞ KK എബ്രഹാമിൻ്റെ ഇഷ്യൂവും ഒക്കെ മുമ്പോട്ട് വയ്ക്കുന്നത്. അതൊക്കെ ഇപ്പോൾ മറ്റു തലങ്ങളിൽ അത് പരിശോധിക്കപ്പെടുന്നുണ്ട്. ഇത് തന്നെ ഇപ്പോൾ 118 ലക്ഷം രൂപയുടേതാണല്ലോ ഇഷ്യൂ വന്നിരിക്കുന്നത്. പ്രൊഫസർ റോണി, 1 കോടി രൂപയിൽ കവിഞ്ഞാൽ CBIക്ക് അന്വേഷിക്കാമല്ലോ കേസ്. ആ തരത്തിൽ ഒരു താല്പര്യം താങ്കൾക്കുണ്ടെന്ന് പറയാൻ പറ്റുമോ? അന്വേഷിക്കട്ടെ CBI എന്ന് പറയുമോ? ഇപ്പോൾ ED വരുമോ ഇല്ലയോ എന്നുള്ളത് ഇനി നോക്കിക്കാണേണ്ട കാര്യമാണ്. കാരണം അപ്പുറത്ത് ഇത് നടന്നു, KK എബ്രഹാമിൻ്റെ കേസിൽ ഇത് നടന്നു, അവർ വന്നു, അന്വേഷണം നടത്തി, ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഈ കേസിൽ ഇത് വരുമോ ഇല്ലയോ എന്ന് പിന്നെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്താണ് നിലപാടെന്താണ്? പാർട്ടിയുടെ നിലപാടെന്താണ്? പാർട്ടി ഇക്കാര്യത്തിൽ ഇത് താങ്കളിപ്പോൾ ചർച്ചയിൽ പറയുന്നു ഇതൊന്നും പിന്നെ IC ബാലകൃഷ്ണൻ അറിഞ്ഞുകൂടാ. IC ബാലകൃഷ്ണൻ ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണമായിരുന്നു? താങ്കൾ പറയുന്ന നാളെ അദ്ദേഹം കേസ് കൊടുക്കാൻ പോവുകയാണ്. ഒരു ദിവസം മുഴുവനും മാധ്യമങ്ങൾ മുഴുവൻ അന്വേഷിച്ച് നടന്നിട്ടും IC ബാലകൃഷ്ണൻ MLA കണ്ടു കിട്ടിയില്ല പ്രതികരിക്കാൻ. അന്ന് വൈകുന്നേരമായപ്പോഴാണ് പ്രതികരണത്തിന് ആദ്യം ഒരു മാധ്യമത്തിന് കിട്ടുന്നത്, ഒരു ചാനലിന് കിട്ടുന്നത്. അവിടെയാണ് അദ്ദേഹം ആദ്യം താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാം, തിങ്കളാഴ്ച ഞാൻ കൊടുക്കുന്നുണ്ട്, കേസ് കൊടുക്കുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ ചോദ്യം അവിടെ നിൽക്കുകയാണ്, അങ്ങനെ തന്നെ നിൽക്കുകയാണ്. പ്രൊഫസർ എന്താണെന്നറിയുമോ? എന്തിനാണ് പിന്നെ വിജയനും മകനും ആത്മഹത്യ ചെയ്തത്? മകൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, മെൻ്റലി റിട്ടാർഡഡ് ആണല്ലോ മകൻ. അതുകൊണ്ട് പിന്നെ കോൺഗ്രസ് നേതാവായിട്ടുള്ള ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, അത് കഴിഞ്ഞ് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു DCCയുടെ, അത് കഴിഞ്ഞ് പിന്നീട് ട്രഷററുമായ വിജയൻ എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? ഈ 118 ലക്ഷം രൂപയും വാങ്ങിച്ചത് വിജയനാണ് എന്ന് നിങ്ങൾ പറയൂ. അടുത്ത താങ്കൾ ചോദിക്കുന്നു എവിടെ പരാതിക്കാർ? അതെന്ത് തരം ചോദ്യമാണ്? മനസാക്ഷിയുള്ളൊരു ചോദ്യം താങ്കൾക്ക് ചോദിക്കാൻ സാധിക്കും എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. പല ചർച്ചകളിലും നമ്മൾ പങ്കെടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഈ മനസാക്ഷി ഇല്ലാത്ത ഇത്തരം ചോദ്യങ്ങൾ എന്തിനാണ് താങ്കൾ ഒരു ചർച്ചയിൽ നിന്ന് ഉന്നയിക്കുന്നത്? ഈ പരാതിക്കാരൻ മുമ്പോട്ട് വരുന്നു എന്നിരിക്കട്ടെ, മാപ്പസാക്ഷിയാക്കാം, അത് വേറൊരു ഓപ്ഷനാണ്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ കഴിയില്ലല്ലോ, എല്ലാവരും ഒരുപോലെ മാപ്പസാക്ഷിയാക്കില്ലല്ലോ. അപ്പോൾ കൊടുക്കുന്നവരും കുടുങ്ങും എന്നുള്ളത് നിയമത്തിൽ വ്യക്തമാണ്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട്, എന്നെ നിങ്ങൾ പിടിച്ചകത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ആരും വരില്ലല്ലോ. അതൊരു സൗകര്യമായി, അതൊരു ഉപാധിയായി, ഒഴിവുകഴിവായി വെച്ചുകൊണ്ട് എവിടെ പരാതിക്കാർ എന്ന ചോദ്യം ആദ്യം ഉന്നയിച്ചതാരാണ്? ആദ്യം ഉന്നയിച്ചത് സാക്ഷാൽ MLA തന്നെയാണ്, IC ബാലകൃഷ്ണൻ തന്നെയാണ്. എല്ലാ മാധ്യമങ്ങളിലും ചോദിച്ചത് ചോദ്യം ഇതല്ലേ, എവിടെ പരാതിക്കാർ? താങ്കൾ ആ മനസാക്ഷിയില്ലാത്ത ചോദ്യം ഈ ചർച്ചയിൽ ഉന്നയിക്കാതിരിക്കണം എന്ന എൻ്റെ ഒരു റിക്വസ്റ്റ് ഞാൻ അങ്ങോട്ട് വെക്കുകയാണ്. മനസാക്ഷി ഉള്ള നിലയിൽ വർത്തമാനം പറയാൻ ഇത്തരം കാര്യങ്ങൾ നിങ്ങളെപ്പോലുള്ളവർ കഴിയുന്നില്ലെങ്കിൽ അത് കഷ്ടം എന്നല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയില്ല ഈ ചർച്ചയിൽ ഇവിടെ ഇരുന്നുകൊണ്ട്. അതങ്ങനെ അല്ലല്ലോ. ഈ പിന്നെ കോൺഗ്രസ് നേതാവായ വിജയൻ എന്ന വ്യക്തി ആത്മഹത്യ ചെയ്തതിനൊറ്റ കാരണമേ ഉള്ളൂ. അത്
ഈ ജോലി കൊടുക്കാം എന്ന് പറഞ്ഞ് പണം വാങ്ങിച്ച് ബന്ധപ്പെട്ട നേതാവിൻ്റെയും IC ബാലകൃഷ്ണൻ്റെയിൽ ഏൽപ്പിച്ചു എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു. മറ്റു പലരും അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുന്നു. ND അപ്പച്ചൻ അടക്കം, ജില്ലാ പ്രസിഡന്റ് അടക്കം അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ ഉന്നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആരോപണമായിട്ട് വന്നിരിക്കുന്ന വസ്തുതകളിൽ കുറേയൊക്കെ യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളതും കൂടെ ഇൻഡയറക്റ്റായിട്ട് അംഗീകരിക്കുകയാണല്ലോ ചെയ്യുന്നത് DCC പ്രസിഡന്റ്. അതുകൂടെ അവിടെ നിൽക്കുന്നു. അതുകൂടെ അവിടെ നിർത്തിക്കൊണ്ട് വേണം നമ്മൾ ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായ രൂപീകരണം ചർച്ചയിലാണെങ്കിൽ പോലും നടത്താൻ. ഇതിനെ നിഷേധിക്കുന്നില്ല DCC പ്രസിഡന്റ് പോലും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്താണ് അദ്ദേഹത്തെ അതിനെ പ്രേരിപ്പിക്കുന്നത്? അത് സാമാന്യ യുക്തിക്ക് നിരക്കുന്ന ഒരു രീതിയിലായിരിക്കണ്ടേ വർത്തമാനം പറയുന്നത്? അങ്ങനെയൊന്നും വേണ്ട. വിജയൻ മരിച്ചെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിധി. മകൻ്റെ കാര്യം ഞാനീ പറഞ്ഞത് നമ്മൾ ചർച്ച ചെയ്യേണ്ടെന്നേ. പക്ഷേ ഇത് അന്വേഷിക്കാതെ പറ്റില്ലല്ലോ. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് സഹകരണ വകുപ്പിന് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ചില പണം കൊടുത്ത മറ്റു ചിലരും തങ്ങൾ ഇക്കാര്യത്തിൽ തുറന്ന അഭിപ്രായമായിട്ട് വരാം എന്ന് സംബന്ധിച്ചായിട്ടാണ് അറിയുന്നത്. അതൊക്കെ കോൺഗ്രസ് പാർട്ടിയെ വെട്ടിലാക്കുമോ, ബാങ്ക് ഭരണസമിതിയെ മാത്രമാണോ വെട്ടിലാക്കുന്നത്, അതോ MLA കൂടെ അതിനകത്ത് കുറ്റാരോപിതനായിട്ട് വരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് ദിവസങ്ങളുടെ വ്യത്യാസമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ അറിയാൻ കഴിയും. പക്ഷേ ഒരു ചർച്ചയിൽ വന്നിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ദൗർഭാഗ്യകരമാണ്, ആത്മഹത്യ എന്ന് പറയുന്നത് അതുകൊണ്ട് തീരുന്നതാണോ ഉത്തരവാദിത്വം? അത്തരത്തിലുള്ള നടപടികൾ ഈ സഹകരണ മേഖലയിൽ വയനാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രതിനിധി, വക്താവ് എന്നുള്ള നിലയിൽ ചർച്ചയിൽ വന്നിരിക്കുമ്പോൾ അത്തരം നടപടികളോട് കോൺഗ്രസ് യോജിക്കുന്നില്ല. നടപടിയെടുത്ത് അന്വേഷിച്ച് നടപടിയെടുക്കണം. അത് സഹകരണ വകുപ്പും ചെയ്യണം, പോലീസും ചെയ്യണം എന്നുള്ള നിലപാടാണ് താങ്കൾ ഇത് പ്രതീക്ഷിക്കുന്നത്. അതാണല്ലോ ഉത്തരവാദിത്തമുള്ള ഒരു തുറന്ന ജനാധിപത്യപരമായ സമീപനം. അതല്ലേ? അതിന് പകരം ഞങ്ങൾ ആകെപ്പാടെ 2 പേരെ കുറ്റക്കാരാക്കി അവരെ പുറത്താക്കിയിട്ടുണ്ട്. അപ്പം മറ്റു 2 ബാങ്കുകളുടെ കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ രേഖയിൽ. അതെങ്ങനെ പൊരുത്തപ്പെടും? അങ്ങനെയാണെങ്കിൽ പിന്നെ ആ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതില്ലല്ലോ. അല്ല, അപ്പം പറഞ്ഞാൽ മതി. ഇത് മുഴുവൻ 118 ലക്ഷം രൂപയും പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് IC ബാലകൃഷ്ണനോ കോൺഗ്രസിൻ്റെ മറ്റേതെങ്കിലും നേതാക്കന്മാരോ പ്രവർത്തകർ പോലുമോ വാങ്ങിയിട്ടില്ല. അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്വം മരിച്ചു പോയിട്ടുള്ള, ആത്മഹത്യ ചെയ്ത് പോയിട്ടുള്ള വിജയന് മാത്രമുള്ളതാണ് എന്നുള്ള നിലപാട് സ്വീകരിക്കേണ്ടി അന്വേഷണം നടത്തുകയും നടപടിയെടുക്കുകയും ചെയ്തത്. ആ പണം ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ വിജയന് വലിയ മാനസിക സമ്മർദ്ദം നേരിടേണ്ടി വരികയും അതിൽ മറുപടി പറയാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുകയും ചെയ്യില്ലായിരുന്നു. അപ്പോൾ ആ പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് സത്യമായിരിക്കെ ആ പണം മറ്റാരുടെയൊക്കെയോ കയ്യിലെത്തിയിട്ടുണ്ട്. ആ ആളുകളെ കുറിച്ചാണ് KPCC പ്രസിഡന്റ് അയച്ച കത്തിൽ ശ്രീ വിജയൻ പറയുന്നത്. ആ കത്തിനെ പൂർണ്ണമായും കോൺഗ്രസും താങ്കളും തള്ളിക്കളയുകയും ചെയ്തിട്ടില്ല. അപ്പോൾ ആ പണം എവിടെ പോയി എന്ന് പറയണം. വിജയനെ പോലെ ഒരാൾ എന്തായാലും 1,18,00,000 രൂപ വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുമില്ല. ഞാൻ ഈ ചർച്ചയുടെ ആദ്യം തന്നെ പറഞ്ഞതാണ്, ഞങ്ങൾ ഏതൊരു അന്വേഷണത്തെയും ഞങ്ങൾ വളരെ കൃത്യമായി പറയാം, CBI അല്ല, അതിന് മുകളിൽ ഒരു അന്വേഷണ ഏജൻസി ഉണ്ടെങ്കിലും അത് അന്വേഷിക്കട്ടെ. അത് ആദ്യമായി തന്നെ ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യമായി തന്നെ ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ ജയേന്ദ്ര മാഷ് പറഞ്ഞു IC ബാലകൃഷ്ണൻ ഒളിവിലായിരുന്നു എന്ന്. ഇന്നലെ വൈകിട്ടാണ് ബഹുമാനപ്പെട്ട വിജയന്റെ മരണം ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെയാണ് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ അത് കാണുന്നത്. ഇന്നലെ വൈകിട്ടാണ് വാർത്തകളിലൊക്കെ കാണുന്നത്. ഇന്ന് രാവിലെ തന്നെ ബഹുമാനപ്പെട്ട MLA ശക്തമായ പ്രതികരണം വന്നിട്ടുണ്ട് മുഴുവൻ മാധ്യമങ്ങളിലും. എനിക്ക് കാണാം, കൈരളി TVയുടെ ഉൾപ്പെടെയുള്ള ചാനലുകളിൽ ഇന്ന് ഉച്ചയ്ക്ക് മുന്നേ തന്നെ MLA കൃത്യമായി തന്നെ അത് പ്രതികരിച്ചിട്ടുണ്ട്. നാളെ പരാതി, ഇന്ന് പക്ഷെ ഞായറാഴ്ച ആയതുകൊണ്ടാവാം, നാളെ പരാതി കൊടുക്കുമെന്ന് കൃത്യമായി തന്നെ ഞങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എനിക്കിവിടെ ചോദിക്കാനുള്ള ഒരു കാര്യം, ബഹുമാനപ്പെട്ട ശ്രീ വിജയന്റെ മരണം നടന്നതിന് ശേഷം വേണമായിരുന്നോ നമ്മൾ ഈ അന്വേഷണവും കാര്യങ്ങളും ഒക്കെ? ഞാനിവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 2021 IC ബാലകൃഷ്ണനെതിരെ മത്സരിച്ച MS വിശ്വനാഥൻ, അവിടെ ബഹുമാനപ്പെട്ട സനീഷ് ഞാൻ പറയാത്ത കുറെ കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ ഇടപെടേണ്ട എന്ന് കരുതി എന്റെ അവസരം വരുമ്പോൾ ഞാൻ പ്രതികരിക്കാൻ വേണ്ടി ഇരുന്നതാണ്. ഞാൻ വളരെ കൃത്യമായി തന്നെ എന്തായിരുന്നു അതിന്റെ പ്രൊസീജിയർ, അതിന്റെ നടപടിക്രമം എന്തായിരുന്നു നിങ്ങൾ പറഞ്ഞു. നേരിട്ട് ഇതിൻ്റെ അകത്ത് അഴിമതി നടത്തി എന്ന് ബോധ്യപ്പെട്ട 2 ആളുകളെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അടുത്തതായി വന്ന ബാങ്ക് ഇലക്ഷന് ആ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ആളുകൾ, അതിൽ ശ്രീധരൻ ചീതൽ, MS വിശ്വനാഥൻ എന്ന ആളുകൾക്ക് ഞങ്ങൾ സീറ്റ് കൊടുത്തില്ല. അതിനുശേഷമാണ് അവർ CPM ചേരുന്നത്.
വിശ്വനാഥൻ CPM സ്ഥാനാർത്ഥിയായി വരുമ്പോഴാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായിട്ട് അല്ല പ്രൊഫസർ റോണിക്ക് ബേബി, അങ്ങനെയാണെങ്കിൽ ഈ 2 പേർ മാത്രം ചേർന്ന് 1,18,00,000 രൂപ വാങ്ങിയെന്നാണോ നിങ്ങൾ കണ്ടെത്തിയത്? അങ്ങനെയെങ്കിൽ അത്രയും വലിയ തുക നോക്കൂ, കോൺഗ്രസ് എന്ന സംഘടനയുടെ മറവിൽ ഒരു അഴിമതി നടത്തിയ 2 പേരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുക എന്നുള്ള നടപടി മാത്രമായിരുന്നു നിങ്ങൾ സ്വീകരിക്കേണ്ടിയിരുന്നത്. അക്ഷിത, ഈ 1,18,00,000 രൂപയുടെ ഒക്കെ കണക്കുകളൊക്കെ ഇപ്പോഴല്ലേ പ്രചരിക്കുന്നത്? ഇതിൽ ആകെ ഒരാളുടെ പേര് പോലും എന്നോട് ഇവിടെ ജയേന്ദ്ര മാഷ് പറഞ്ഞു, നമ്മൾ പരാതിക്കാരുടെ കാര്യമൊന്നും പറഞ്ഞ് നമ്മളോട് പരാമർശിക്കരുത്. അല്ല അതിപ്പോൾ തുക എത്രയായിക്കോട്ടെ, എന്തായാലും ശ്രീ പ്രൊഫസർ റോണിക്ക് ബേബി നോക്കൂ, തുക എത്രയെന്നുള്ളതല്ല ശരി, അത് 1,18,00,000 ആയാലും ഇപ്പോൾ കരാർ ഉടമ്പടിയിൽ പീറ്റർ പറയുന്ന 10,00,000 രൂപയാണ്. അത് എത്രയായാലും ആ തുക 2 പേർ ചേർന്ന് വാങ്ങിയിട്ടുള്ളത് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ മറവിലാണ്, IC ബാലകൃഷ്ണൻ എന്ന നേതാവിനെ ഉയർത്തി കാണിച്ചാണ്. അപ്പോൾ അങ്ങനെ ഒരു അഴിമതി നടത്തിയ 2 പേർക്കെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചു. എങ്ങനെ? പാർട്ടിയിൽ നിന്നും പുറത്താക്കി. അവിടം കൊണ്ട് കഴിഞ്ഞോ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്നുള്ള ചോദ്യം കൂടി ഇല്ലേ? അവർ പിന്നീട് ഏത് പാർട്ടിയിൽ ചേർന്നു എന്നുള്ളതോ, അവർ പിന്നീട് എന്ത് പരാതി ഉന്നയിച്ചത് എന്നുള്ളതൊക്കെ രണ്ടാമത്തെ പ്രശ്നമല്ലേ? അതിൻ്റെ അകത്ത് കുറ്റം ചെയ്തത് ആരാണെന്ന് ബോധ്യപ്പെട്ട് അവരെയല്ലേ നമുക്ക് പുറത്താക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നാട്ടിലുള്ള മുഴുവൻ പാർട്ടിക്കാരെ നമുക്ക് അവർ പിന്നെ നമുക്ക് നടപടിയെടുക്കാൻ പറ്റും. ഒരു കാര്യം മാത്രമേ പറയട്ടെ. ഇവിടെ ജയേന്ദ്ര മാഷ് പറഞ്ഞു നമ്മളിവിടെ പരാതിക്കാർ എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്നൊന്നും പറഞ്ഞ് നമ്മൾ ഇവിടെ മനസാക്ഷിയുടെ പ്രശ്നമൊക്കെ അദ്ദേഹം പറഞ്ഞു. ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇവിടെ പീറ്റർ എന്ന് പറയുന്ന ആളുടെ പേരിൽ ഞാൻ വയനാട്ടിലുള്ള എന്റെ സുഹൃത്തിനോട് വിളിച്ചു ചോദിച്ചു, ഈ പീറ്റർ എന്ന് പറയുന്ന ആൾ ശരിക്കും ഉള്ളതാണോ, അതോ ഇങ്ങനെ ഒരു വ്യാജ ഡോക്യുമെന്റ് വന്നപ്പോൾ അതിനകത്ത് ചുമ്മാ ഒരു പേര് എഴുതി ചേർത്താണോ? എന്റെ സുഹൃത്തുക്കൾ വയനാട്ടിലുള്ളവർ പറഞ്ഞത്, ഷംഷാദ് മരക്കാർ ഉൾപ്പെടെ, അതായത് പഞ്ചായത്ത് പ്രസിഡന്റ്, അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ പീറ്റർ എന്ന് പറയുന്ന വ്യക്തിത്വമാണ്. അങ്ങനെയെങ്കിൽ ഈ ബഹുമാനപ്പെട്ട മാധ്യമങ്ങൾക്ക്, ഇത് നമ്മൾ ഈ പറയുന്ന IC ബാലകൃഷ്ണൻ പുറകെ നടക്കുന്ന മാധ്യമങ്ങൾക്ക് അതുകൊണ്ട് ഈ പീറ്ററിന്റെ അടുത്ത് ചെന്ന് ഈ പീറ്ററിനോട് ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ വസ്തുതാപരമാണോ, ഈ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ സത്യസന്ധമാണോ, പ്രൊഫസർ റോണിക്ക് ബേബി നോക്കൂ, അതിന്റെ ഒരു സാധ്യതയാണ് മുൻപ് ശ്രീ M ജയചന്ദ്രനും ഞാനും പറഞ്ഞത്. ഇത് നിയമവിരുദ്ധമാണെന്നുള്ളത് പീറ്ററിന് തന്നെ അറിയാമായിരിക്കും. പീറ്റർ അല്ല X or Y ആരായാലും അവർ മുന്നിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ആ കരാർ ഉടമ്പടിയെ താങ്കൾ വിശ്വസിക്കുന്നില്ലെന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെ വിശ്വസിക്കാത്ത ഒരു കാര്യത്തിന് മേൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. താങ്കളുടെ വാദം ഞാനും വിശ്വാസത്തിലെടുക്കുന്നു, കരാർ ഉടമ്പടിയെ നമുക്ക് മാറ്റി നിർത്താം. പക്ഷേ വിജയൻ KPCC പ്രസിഡന്റിന് എഴുതിയ കത്തുണ്ടല്ലോ, ആ കത്തിനെ തള്ളിക്കളയാൻ കഴിയുമോ? അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ എഴുതിയ കത്താണത്. അല്ല, ഇതിന്റെ അകത്ത് ഒരു കാര്യം വളരെ കൃത്യം പറഞ്ഞോട്ടെ. ഇതിന്റെ അകത്തൊരു വലിയൊരു ഉപജാപ സംഘം പ്രവർത്തിക്കുന്നു. നമ്മളത് നിഷേധിച്ചിട്ട് കാര്യമില്ല. കാരണം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളുകളും, കാരണം കൈക്കൂലിക്ക് പിടിക്കപ്പെട്ട ആളുകളും, കാരണം ഈ സഹകരണ ബാങ്കുകളൊക്കെ ചില ആളുകളൊക്കെ കൃത്യമായിട്ട് അറിയാം. സഹകരണ ബാങ്ക് അത് ജയന്ത്ര മാഷിനും CPM ഒക്കെ കൃത്യമായിട്ട് അറിയാം. സഹകരണ ബാങ്കുകളൊക്കെ ഭരിക്കുന്നവർ അത് അവരുടെ കുറെ പോക്കറ്റ് സംഘടനകളാക്കി ഇത് വെച്ചുകൊണ്ട് കാലാകാലങ്ങളോളം തലമുറകളായി അതിന്റെ മുഴുവൻ ഗുണങ്ങളും അനുഭവിച്ച് മുന്നോട്ട് പോവുക. അവിടെയാണ് ഞങ്ങൾ കൃത്യമായ നടപടി എടുത്ത് അതായത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. നമ്മളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണേ, എന്നോട് ചൂണ്ടിക്കാണിച്ചോട്ടെ, എത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും തൊട്ടടുത്ത് നടന്ന തെരഞ്ഞെടുപ്പിന് രണ്ടുപേരുണ്ടല്ലോ, ആ 2 പേർ അങ്ങനെ നിൽക്കട്ടെ. പക്ഷെ ഇവിടെ വിജയൻ ഞാൻ മുഖേനയാണ് ഈ പണം വാങ്ങിയതെന്ന് സ്വയം തുറന്നു പറയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ വിജയനെതിരെ നടപടി എടുക്കണ്ടായിരുന്നു. അത് IC ബാലകൃഷ്ണന് കൊടുത്തോ മറ്റാർക്കെങ്കിലും കൊടുത്തോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഞാൻ പണം വാങ്ങിയെന്ന് വിജയൻ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. KPCC പ്രസിഡന്റ് അയച്ച കത്തിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ ആ വിജയനെതിരെ എന്ത് നടപടി എടുത്തു? ഞാൻ പറയട്ടെ, ഈ പറയുന്ന കത്തിന്റെ നിജസ്ഥിതി അതിനെക്കുറിച്ച് കൃത്യമായി വിശദീകരിക്കട്ടെ. KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയട്ടെ. ഞങ്ങൾക്ക് ഇതുവരെയുള്ള കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻ വെച്ച് ആദ്യം ഒരു ആത്മഹത്യക്കുറിപ്പ് തപ്പിപ്പോയി, അങ്ങനെ ഒരു ആത്മഹത്യക്കുറിപ്പ് കിട്ടിയില്ല. അവരുടെ കുടുംബാംഗങ്ങളെ മുഴുവൻ സ്വാധീനിക്കാൻ നോക്കി. ഈ പാർട്ടിക്കെതിരെ, കോൺഗ്രസ് പാർട്ടിക്കെതിരെ ഒരു പരാമർശം നടത്താൻ അവർ ആരും അതിന് തയ്യാറായില്ല. അത് കുടുംബാംഗങ്ങൾ വളരെ കൃത്യമായി തന്നെ പാർട്ടിയുമായി ഞങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. വളരെ വലിയ സമ്മർദ്ദം അവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ, ഈ പറയുന്ന ഭരണകക്ഷിയുടെ ഉൾപ്പെടെയുള്ള നേതാക്കളിൽ നിന്ന് വലിയ സമ്മർദ്ദം അവർക്കെതിരെ ഉണ്ടായി. എന്നാ കോൺഗ്രസ്സുകാരുടെ മാനസിക പീഡനം കൊണ്ടാണ് വിജയൻ ആത്മഹത്യ ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ ശ്രമം ഉണ്ടായി. അതിന് സമ്മതിച്ചില്ല. അപ്പോൾ ഇപ്പോൾ ഒരു 10മായി ഇപ്പോൾ ഈ പറയുന്ന ഒരു കരാറുമായിട്ടൊക്കെ വന്നിരിക്കാം. ഞാനൊരു കാര്യം മാത്രം ചൂണ്ടിക്കാണിച്ചോട്ടെ. ADM മരിച്ചപ്പോൾ പോലും പിറ്റേ ദിവസം എന്ന വാർത്ത ഉണ്ടായിരുന്നു. ഓഫീസിലേക്ക് കത്തയച്ചു, പരാതി വിട്ടു. മുഖ്യമന്ത്രി ഓഫീസ് എന്താ പറഞ്ഞത്? അങ്ങനെ ഒരു പരാതി പോലും ഉണ്ടായിട്ടില്ലെന്നാ പറഞ്ഞത്. അതുപോലെ ഇവിടെ ബഹുമാനപ്പെട്ട പിന്നെ ജയേന്ദ്ര മാഷ് പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാതെ പോയെന്നേ എന്നുള്ളൂ. ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകൾ മാത്രമേ ക്രമക്കേട്. പുൽപ്പള്ളിയിൽ രണ്ടാമത്തെ കാര്യം പറഞ്ഞു. ഈ തൊട്ടടുത്ത ദിവസമാണ് ഈ കട്ടപ്പനയില് ഉണ്ടായ സംഭവം. അവിടെ ആരാണ് പ്രതിഭാഗത്ത് നിൽക്കുന്നത്? ബഹുമാനപ്പെട്ട സഹകരണ മന്ത്രി VN വാസുദേവൻ നിയമസഭ പറഞ്ഞത് ക്രമക്കേട് നടന്ന 400 ബാങ്കുകളിൽ ഭൂരിപക്ഷം ബാങ്കുകൾ ഭരിക്കുന്നത് CPM. മറ്റ് ബാങ്കുകളിലൊന്നും ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടില്ല എന്നൊന്നും നമ്മൾ ആരും പറയുന്നതേ ഇല്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് അറിയുമോ പ്രൊഫസർ റോണിക്ക് ബേബി? അങ്ങനെ ഏതെങ്കിലും ഒരു ആക്ഷേപത്തിന്റെ മറുതലയ്ക്കൽ CPM-മോ അവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമോ ആ സംഘടനയുണ്ടെങ്കിൽ അതിന് വലിയ മാധ്യമ ശ്രദ്ധയും മാധ്യമ പരിലാളനയും കിട്ടാറുണ്ട്. ആ നിലയിൽ ദിവസങ്ങളോളം ചർച്ച നടക്കാറുമുണ്ട്. അത് താങ്കൾക്കും അറിയാവുന്നതാണല്ലോ. പക്ഷേ
മറുതലയ്ക്കൽ ആരോപണ വിധേയർ കോൺഗ്രസോ UDF ആകുമ്പോൾ മാധ്യമങ്ങൾ അത് മുക്കിക്കളയുകയാണ് പതിവ്. അപ്പോൾ അവർക്കും നീതി വേണമല്ലോ, അവർക്ക് വേണ്ടിയും ആരെങ്കിലും സംസാരിക്കണമല്ലോ. അതിനാണ് ഞങ്ങൾ ഈ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രൊഫസർ റോണി കെ ബേബി. ഞാൻ വരാം ശ്രീ SK സജീഷ്, എനിക്ക് ഇടവേളയിലേക്ക് പോകണം. അതിനു മുൻപ് പ്രൊഫസർ റോണി കെ ബി ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ താങ്കളുടെ ഒരു ചെറിയ മറുപടി. അല്ല, ഒന്ന് ശ്രീ റോണി കെ ബേബി തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലെ പരസ്പര വിരുദ്ധത പരിശോധിച്ചാൽ മതി. ഒരിടത്ത് അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ ആളുകളെ പുറത്താക്കി, അതിനുശേഷം അവർ ആക്ഷേപം ഉന്നയിച്ചാണ്. അതേ വാചകത്തിൻ്റെ അവസാനം അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ സീറ്റ് കൊടുക്കാതിരുന്നപ്പോൾ അവർ CPM-ലേക്ക് പോയി എന്നതിന് ശേഷമാണ് ആരോപണം ഉന്നയിച്ചത്. അപ്പോൾ നിങ്ങൾ പുറത്താക്കുകയാണോ ചെയ്തത്, സീറ്റ് കൊടുക്കാതിരിക്കുകയാണോ ചെയ്തത് എന്നുള്ളത് പോലും ഒരു പ്രശ്നമായി നിൽക്കുകയാണല്ലോ. നിങ്ങൾ ആർക്കെതിരെയാണ് നടപടിയെടുത്തത്? നടപടിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ രണ്ടുപേരാണ് അഴിമതി നടത്തിയെന്ന് അവർ കണ്ടെത്തുന്നു. ആ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേർക്കെതിരെ കോൺഗ്രസ് നടപടി സ്വീകരിക്കുന്നു. അവർ കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട ഉടനെ CPIM-ൽ ചേരുന്നു. അതിനുശേഷം IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു. അപ്പോൾ ഇങ്ങനെ അഴിമതിയുടെ പേരിൽ പുറത്താക്കിയ രണ്ടുപേർക്ക് അപ്പോൾ തന്നെ CPM കൈ കൊടുത്തു എന്നുള്ളതാണ് പ്രൊഫസർ റോണി കെ ബേബിയുടെ ആരോപണം. അല്ല, അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. ഇവർക്ക് സീറ്റ് കൊടുക്കാതിരുന്നപ്പോൾ അവർ CPM-ലേക്ക് പോയി എന്നാ പറഞ്ഞത്. അത് നടപടിയെടുത്ത് പുറത്താക്കിയെന്ന് പറഞ്ഞിട്ടില്ല. ഇവർ നടപടിയെടുത്ത് പുറത്താക്കിയ ആളുകളല്ല വന്നത്. അത് പരിശോധിച്ചാൽ അറിയാം. ആ ഘട്ടം ഉൾപ്പെടെ പരിശോധിച്ചാൽ അറിയാം. ആക്ഷേപം ഉന്നയിച്ച ആളുകൾക്കെതിരെയാണ് അവർ നടപടിയെടുത്തത്. ഇവിടെ പറയട്ടെ അതെ അതെ നിങ്ങൾ പുറത്താക്കിയത് ഈ നിയമന അല്ലല്ല. നിങ്ങളെന്തിനാ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? നിങ്ങൾ സ്വയം പരിശോധിച്ചാൽ മതി. നിങ്ങൾ പറയുന്നതിൽ നിങ്ങളിപ്പോൾ പതറിപ്പോകുമ്പോൾ പറയുന്നതിലുള്ള പരസ്പര വിരുദ്ധത ചൂണ്ടിക്കാണിക്കണമെന്ന് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ. നിങ്ങൾ പുറത്താക്കിയത് ആക്ഷേപം ഉന്നയിച്ച ആളുകളെയാണ്, നടന്നുകൊണ്ടിരിക്കുന്ന ക്രമക്കേടുകളെ കുറിച്ച് പറഞ്ഞ ആളുകളെയാണ് നിങ്ങൾ പുറത്താക്കിയത്. പകരം എന്താണ്? സ്വയം സമ്മതിക്കുന്നു. നിങ്ങളുടെ പറയട്ടെ നിങ്ങൾ അല്ല എന്ന് പറഞ്ഞാലാവില്ലല്ലോ. നിങ്ങളുടെ KPCC പ്രസിഡന്റിന് സ്വന്തം കൈപ്പടയിൽ DCCയുടെ പറയട്ടെ, താങ്കൾ പറയട്ടെ, താങ്കളുടെ അവസരത്തിൽ പറഞ്ഞോളൂ. ചർച്ച എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞു, ഞാൻ കേട്ടു. അതിനവസരം കിട്ടിയല്ലോ. ഞാനത് തർക്കിക്കാനുമില്ല. ആളുകൾ കേൾക്കുന്നുണ്ട്. ഇവിടെ വേണ്ട അത് വേണ്ട. ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം. ഞാൻ റോണി, താങ്കൾ പ്രയാസപ്പെടണ്ട. എനിക്കധികം കാര്യങ്ങളൊന്നും പറയാനില്ല. എനിക്കധികം കാര്യങ്ങൾ പറയാനില്ല. പറഞ്ഞ് അവസാനിപ്പിക്കാനേ ഉള്ളൂ. ഒന്ന്, ഇവിടെ സ്വന്തം കൈപ്പടയിൽ തന്നെ നിങ്ങളുടെ DCCയുടെ ട്രഷററായിരുന്ന ഇപ്പോൾ വിട്ടുപിരിഞ്ഞു പോയ ശ്രീ NM വിജയൻ, അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ എഴുതിയിരിക്കുന്നു ഞാനാണ് ഈ പണം ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വാങ്ങിയത്. അത് നിങ്ങളുടെ അന്വേഷണത്തിൽ നിങ്ങൾ കണ്ടെത്തിയിരുന്നോ? ഞാനാണ് വാങ്ങിയത് എനിക്ക് വേണ്ടിയല്ല, അത് IC ബാലകൃഷ്ണൻ MLA-ക്ക് വേണ്ടിയാണ്. അദ്ദേഹം ജോലി കിട്ടാതിരിക്കുമ്പോൾ ഇപ്പോൾ ഈ പണം തിരിച്ചു കൊടുക്കുന്നില്ല. അതാണ് എൻ്റെ പ്രശ്നമെന്നാണ് ഉന്നയിച്ചത്. അപ്പോൾ അന്വേഷണത്തിൽ നിങ്ങൾ എന്താണ് കണ്ടെത്തിയത്? ആരുടെ കയ്യിലാണ് പണമുള്ളതെന്നാണ് കണ്ടെത്തിയത്? സ്വയം സമ്മതിച്ചല്ലോ അദ്ദേഹം സ്വയം സമ്മതിച്ചു. ഒന്നുകിൽ നിങ്ങൾ അത് പറയുക, അല്ലെങ്കിൽ IC ബാലകൃഷ്ണൻ രക്ഷിക്കുക. നിങ്ങൾ മൂന്നാമത് വേറെ ആരെയും കൊണ്ടുവന്നിട്ട് ഈ കേസിൽ കാര്യമില്ല. നിങ്ങളുടെ കത്തിനകത്ത് കൈപ്പടയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിലാണ് നിങ്ങൾ ആദ്യം ക്ലാരിറ്റി വരുത്തേണ്ടത്. പണം ആരുടെ കയ്യിലാണ്? IC ബാലകൃഷ്ണൻ്റെ കയ്യിലാണോ അല്ല ഇവരുടെ കയ്യിലാണോ ഉള്ളത് എന്ന് പറയണ്ടേ? അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ KPCC പരിശോധിച്ചു, ഇതിൻ്റെ അന്വേഷണം നടത്തി. ഈ അന്വേഷണത്തിൽ നിങ്ങൾ ആർക്കാണ് പണം തിരിച്ചു കൊടുത്തത് അത് പറയണ്ടേ? ആർക്കാണ് പണം തിരിച്ചു കൊടുത്തതെന്ന് നിങ്ങൾ പറയണം. പിന്നെ അതിന് നിങ്ങൾ പറയുകയാണ് 2021 ശേഷം യോഗത്തിൽ ഇപ്പോൾ അന്തരിച്ചു പോയ ശ്രീ NM വിജയൻ സംസാരിച്ചിട്ടേ ഇല്ല എന്ന്. അത് നിങ്ങളുടെ ഇൻറ്റേർണൽ വിഷയമാണ്. സംസാരിച്ചിട്ടില്ല എന്ന് നിങ്ങൾ ആളുകളോട് പറയുമ്പോൾ ഞങ്ങളെല്ലാവരും ആ യോഗത്തിൽ പങ്കെടുക്കുന്നവരല്ലല്ലോ. നിങ്ങൾക്ക് അതും പറയാം. ചിലപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് 10 തവണ തുടർന്ന് യോഗങ്ങളിലെല്ലാം ശ്രീ NM വിജയൻ പറഞ്ഞിരുന്നു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതിനൊന്നും സമൂഹത്തിൻ്റെ മുന്നിൽ പ്രശ്നമില്ലല്ലോ. നിങ്ങൾക്ക് എന്തും പറയാം, നിങ്ങളുടെ ഇൻറ്റേർണൽ കാര്യമാണ്. പക്ഷേ ഇവിടെ പുറത്തേക്ക് വന്ന കത്തും അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ഭാഗമായി തയ്യാറാക്കപ്പെട്ട ഉടമ്പടിയും, ഇത് രണ്ടും നമ്മുടെ മുന്നിൽ വസ്തുതകളായി നിൽക്കുകയാണ്. അതിലൂന്നി നിങ്ങൾ സംസാരിക്കണം. ഉടമ്പടിയെ നിങ്ങൾ നിഷേധിക്കുന്നു, അതേസമയം ആ ഉടമ്പടിയുടെ ഭാഗമായിട്ടുള്ള പീറ്ററിനെ നിങ്ങൾ കോട്ട് ചെയ്യുന്നു. നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു, ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്ക്.
എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു എന്ന് പറയൂ. അതല്ലേ വേണ്ടത്. അത് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവില്ല എന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇത് ഇവിടെ മാത്രമല്ല, കണ്ണൂരിൽ MK രാഘവൻ MP, ആ എം പിക്കെതിരായി നടന്ന സമരം, കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റി ആകെ നടത്തിയ സമരം നമുക്ക് ഓർമ്മയില്ല. എന്തിനായിരുന്നു? നിയമന തട്ടിപ്പ് നടത്തി എന്നുള്ള ഒരു പേരിലാണ്. നിങ്ങൾ നിയമന തട്ടിപ്പും ക്രമക്കേട്, സാമ്പത്തിക പ്രശ്നം എല്ലാത്തിനെയും കൂട്ടിക്കുഴച്ച് ഒരു ആക്കാൻ വേണ്ടി ശ്രമിക്കുകയും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയുമാണ്. ഒരു മിനിറ്റ് മാത്രമാണ് 3 പേർക്കുമുള്ളത്. പ്രൊഫസർ റോണി കെ ബേബി പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യം തൊട്ട് തന്നെ ഈ ചർച്ചയിൽ ഉണ്ടായ നിലപാട് ഇവിടെ വ്യക്തമല്ലെന്നോ ഞാൻ ഇരട്ടത്താപ്പ് പറയുന്നത്. ഞാൻ പറഞ്ഞത് എന്താ നടത്തി, പ്രസിഡന്റ് ഉൾപ്പെടെ 2 പേർക്ക് നടപടി എടുത്തു. പിന്നീട് ഇലക്ഷൻ വന്നപ്പോൾ ആ ഭരണസമിതിയിലുണ്ടായിരുന്ന 2 പേർക്ക് സീറ്റ് നിഷേധിച്ചു. അവരെല്ലാം CPM ൽ പോയി. അതിലൊരാൾ 2021 സ്ഥാനാർത്ഥിയായി വന്നു നിയമസഭയിലേക്ക്. അന്നേരമാണ് അദ്ദേഹം പറയുന്നത് 2 കോടി രൂപ IC ബാലകൃഷ്ണൻ മേടിച്ചു എന്ന്. ഞാൻ ഇവിടെ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, അദ്ദേഹത്തിന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് അന്ന് പരാതി കൊടുത്തിട്ടില്ലായിരുന്നോ? കാര്യോട് ഞാൻ പറയട്ടെ, ഈ 2021 ഞങ്ങൾ പാർട്ടി ഇന്റേണൽ അന്വേഷണം നടത്തിയപ്പോൾ ഒരാൾ പോലും ഈ വിജയൻ ചേട്ടനെതിരെ പരാതി പറഞ്ഞിട്ടില്ല. ഈ കമ്മിറ്റിയുടെ മുമ്പിൽ വിജയൻ ചേട്ടൻ ഒരു തരത്തിൽ ഒരു തവണ ഞങ്ങൾ വിളിച്ചു വരുത്തിയിട്ടുമില്ല. അദ്ദേഹത്തിന് മൊഴി എടുത്തിട്ടുമില്ല. വിവേകമാണ് പണം മേടിച്ചത് എന്ന് ആരോപണം ഉണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ 7 ആളുകൾ ഒരാൾക്കെങ്കിലും ഈ പറയുന്ന ഞങ്ങളുടെ ഇന്റേണൽ കമ്മിറ്റിയുടെ മുമ്പിൽ പരാതി ബോധിപ്പിക്കാറുണ്ടല്ലോ, വിജയൻ ചേട്ടൻ ഇടപെട്ടാണ് ഈ പറയുന്ന പണം മേടിച്ചതെന്ന്. അങ്ങനെ ആരും അദ്ദേഹത്തെ സംശയത്തിന് നിർത്തിച്ചു പോലുമില്ല. ഒരു മർദ്ദം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ദാരുണമായ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം അതിന് രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്തിക്കൊണ്ട് മറ്റു വ്യക്തിയെ പോലും തേജാവധം ചെയ്യുന്ന രീതിയിൽ വ്യാജരേഖകളും ചമച്ചുകൊണ്ട് വന്ന് ഇല്ലാത്ത രാഷ്ട്രീയ നാടകമാണ് ഇവിടെ അരങ്ങേറുന്നത് എന്ന് മാത്രമാണ് എനിക്കോട് പറയാനുള്ളത്. അന്വേഷിക്കട്ടെ, CBI ഏത് ഫോറത്തിൽ അന്വേഷിക്കേ, അമേരിക്കൻ FBI കൊണ്ടുപോവാ, ആരൊക്കെ അന്വേഷിച്ചു. ഞങ്ങളുടെ കാര്യങ്ങൾ ഇതിനകത്ത് ശുദ്ധമാണ്. ഞങ്ങൾ ഏത് അന്വേഷണം നേരിടാൻ തയ്യാറാണ്, സഹകരിക്കുവാൻ തയ്യാറാണ്. ശരി, ഓക്കെ. ശ്രീ M ജയചന്ദ്രൻ, നോക്കൂ, കോൺഗ്രസ് ഈ ഘട്ടത്തിൽ ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ അല്പം കൂടി ഒരു വിശാലമായ മാനമുണ്ട്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ സഹകരണ മേഖലയിൽ അടക്കം ഇടപെടാനുള്ള കേന്ദ്ര നീക്കങ്ങളെ, RSS നീക്കങ്ങളെ ഒരു തരത്തിൽ തഴുകുന്ന ആളുകളാണ് UDF, പ്രതിപക്ഷ നേതാവൊക്കെ. പക്ഷെ അവർ ഈ സഹകരണ സംഘങ്ങളുടെ മറവിൽ നടത്തുന്നത് ഈ നിലയിലുള്ള ഇടപെടലുകളാണ്. ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്താൻ രാഷ്ട്രീയം ആയുധമാക്കുന്നു, രാഷ്ട്രീയം കരുവാക്കുന്നു എന്നൊക്കെയുള്ള വസ്തുതകൾ കൂടുതൽ വ്യക്തതയോടെയാണ് ഇപ്പോൾ ഒരു കോൺഗ്രസ് നേതാവ് തൻ്റെ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ഒരു കത്തിലൂടെ സമൂഹത്തോട് വെളിപ്പെടുത്തുന്നത്. അത് ഈ ആത്മഹത്യാക്കുറിപ്പല്ല ഞാൻ പറയുന്നത്. ഈ പറഞ്ഞ കത്തുകൾ, അതിൻ്റെ അകത്ത് MLA ഉൾപ്പെടെ എങ്ങനെയാണ് ഈ പണം വാങ്ങിച്ചത് എന്നുള്ളത് പറയുകയാണല്ലോ NM വിജയൻ എന്ന കോൺഗ്രസ് നേതാവ്. അപ്പോൾ അതിനെ അവിശ്വസിക്കേണ്ട കാര്യം എന്താണ് എന്നുള്ളത് ഇതുവരെ ഈ ചർച്ചയിൽ ഇത്രയും നേരവും പ്രൊഫസർ റോണി കെ ബേബിക്ക് പറയാൻ സാധിച്ചിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട വസ്തുതകളൊന്നുമില്ല. മറിച്ച് പാർട്ടി ഒരുക്കിയിട്ടുള്ള ചില ഡിഫെൻസീവ് പോയിന്റുകൾ മാത്രമാണ്. അതൊന്നും അദ്ദേഹത്തിൻ്റെ തുണയ്ക്ക് എത്തുന്നുമില്ല. അതാണ് നമ്മൾ കാണുന്നത്. ഈ സഹകരണ മേഖലയെ ആകെ കേരളത്തിൽ മൊത്തത്തിലുള്ളതല്ല, വയനാട്ടിലെ മാത്രം എടുത്താൽ ഉണ്ടാകുന്ന എത്രയോ പ്രശ്നങ്ങൾ ഇതുമായി അറ്റാച്ച്ഡായിട്ട് കിടക്കുന്നു. ഈ 7 പേരുടെ പ്രശ്നം മാത്രമല്ല ഉള്ളത്. അതിൻ്റെ അകത്ത് അദ്ദേഹം ഇതുവരെ പറയാൻ ശ്രമിച്ചത് 2 പേരെ പുറത്താക്കി എന്നുള്ളതാണ്. 2 പേരെ പുറത്താക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിയെങ്കിൽ അവരുടെ നിന്ന് വാങ്ങിച്ചാൽ പോലെ 118 ലക്ഷം രൂപ. ഏറ്റവും യുക്തിപരമായ ഒരു സംഗതി അതുമാത്രമല്ലേ ഉള്ളൂ. ഈ 2 പേരാണ്, ഡോക്ടർ സണ്ണിയും പിന്നെ മറ്റു പറഞ്ഞ ആളും CPM ൽ പോയവരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ. കുറ്റക്കാരെങ്കിൽ അവർ NM വിജയൻ ആത്മഹത്യ ചെയ്യാൻ കാരണക്കാരായ കക്ഷികൾ അവർ വഴിയാണെങ്കിൽ അവരെ പിടിച്ച് കുത്തിന് പിടിച്ച് നിർത്തി കാശ് വാങ്ങിച്ച് ഈടാക്കണമെന്ന് കോൺഗ്രസ് പറഞ്ഞാൽ പോരെ? അതെന്താണ് കോൺഗ്രസിൻ്റെ ഒരു നേതാവും പറയാത്ത? താങ്കളും അങ്ങനെ പറയുന്നില്ല ഈ ചർച്ചയിൽ. അപ്പോൾ അവരെ പുറത്താക്കിയതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ല, അല്ലെങ്കിൽ അല്പം പോലും പ്രശ്നം തീരുന്നില്ല എന്നുള്ളത് അറിയാത്തയാളല്ല താങ്കൾ. പക്ഷേ പോയിൻ്റ് ഇതാണ്, താങ്കൾക്ക് പാർട്ടിയുടെ പോയിൻ്റായിട്ട് പറയാനുള്ളത്. അത് ആരുടെയും തുണയ്ക്കത്തില്ല, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ, താങ്കളുടെ തുണയ്ക്കൊന്നും എത്തില്ല എന്ന് മാത്രമല്ല, ഈ മരിച്ച അച്ഛനും മകനും അവർ പ്രതിനിധാനം ചെയ്തത് നിങ്ങളുടെ ആശയാദർശങ്ങളെയും നിങ്ങളുടെ വിശ്വാസങ്ങളെയുമാണല്ലോ. ആ വിശ്വാസത്തെയാണ് നിങ്ങൾ തകർത്തത്. അദ്ദേഹത്തിന് നേതാക്കളിൽ NM വിജയനുള്ള വിശ്വാസം ആണ് നേതാക്കൾ തകർത്തത്. അതിലൊരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ പേര് പുറത്തു വരികയും ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, ഇത് അങ്ങനെയുണ്ട്, പരാതിക്കാരുകൊണ്ട് വിളിച്ചു പറയണ്ടേ, കേസ് കൊടുക്കണ്ടേ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ തിങ്കളാഴ്ച പരാതി കൊടുക്കാൻ പോവുകയാണ്. ഇത് എങ്ങോട്ടാണ് ഈ പാർട്ടിയെ, നിങ്ങളുടെ പാർട്ടി ഈ കേസിൽ, ഞാൻ മറ്റു കേസുകളൊന്നും പറയുന്നില്ല, ഈ കേസുകൾ കൊണ്ടുപോവുക എന്നുള്ളത്
വ്യക്തമല്ലേ എന്താണെന്നുള്ളത്, അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള സംഗതി എന്താണ് വരാൻ പോകുന്നത്, അതും ഒരു ധാരണ നമുക്കുണ്ടല്ലോ. പക്ഷെ അതുകൊണ്ട് മാത്രം തീരില്ല എന്നുള്ളതാണ് ഇതിന്റെ ആന്റി വരാൻ പോകുന്നത്. അങ്ങനെ ഈ വിഷയം തീരാതിരിക്കണമെങ്കിൽ ആ വിഷയത്തിൽ ജാഗ്രത മാധ്യമങ്ങളും പുലർത്തണം. കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്നും അത് പ്രതീക്ഷിക്കുന്നുണ്ടോ? CPM വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴും അല്ല, എന്താണ് താങ്കൾ ഈ പറയുന്നത്? കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്ന് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാൻ നമുക്ക് എന്തെങ്കിലും രീതിയിൽ സാധിക്കുമോ? അങ്ങനെയുള്ളൊരു മാധ്യമ സമൂഹമാണോ കേരളത്തിലുള്ളത്? അത് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. കാരണം പരിലാളിച്ച് സ്വന്തം പാർട്ടിക്കാരെ കൊല്ലാൻ വരെ, ഇങ്ങനെ തകർക്കാൻ വരെയുള്ള എല്ലാ സാഹചര്യവും കേരളത്തിലെ മാധ്യമങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. അത് നേരത്തെ ഇന്നത്തെ 7:30 മണിക്കുള്ള ചർച്ച 6 മണിക്ക് അവസാനിപ്പിച്ചപ്പോൾ ഉള്ള മറ്റൊരു മാധ്യമത്തിൻ്റെ കാര്യം ഉൾപ്പെടെ ഞാനിവിടെ സൂചിപ്പിച്ചു. അതുകൊണ്ട് അതിലൊന്നും പ്രതീക്ഷിക്കണ്ട. അങ്ങനെയൊന്നും പ്രതീക്ഷിച്ച് മലയാളികളാരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോയും വേണ്ട. പക്ഷേ ഇവിടെ ഒറ്റ കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഒന്ന്, ഇത് 3 ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഒന്ന് സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക്, രണ്ടാമത്തേത് പൂതാടി സർവീസ് ബാങ്ക്, മൂന്നാമത്തേത് മടക്കുമല സർവീസ് ബാങ്ക്. ഈ 3 സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ജോലി വാങ്ങിത്തരാമെന്നാണ് പറഞ്ഞത്. ഈ 3 സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ജോലി വാങ്ങിത്തരാൻ ബത്തേരിയിലെയോ അല്ലെങ്കിൽ പൂതാടിയിലെയോ മടക്കുമലയിലെയോ ഡയറക്ടറെയോ ബാങ്ക് പ്രസിഡന്റിനെയോ സ്വാധീനിച്ചാൽ മതിയാവില്ലല്ലോ പ്രിയപ്പെട്ട കോൺഗ്രസ് സുഹൃത്തെ. ആരെ സ്വാധീനിക്കണം? അന്നത്തെ DCCയുടെ പ്രസിഡന്റായിട്ടുള്ള IC ബാലകൃഷ്ണൻ MLA സ്വാധീനിക്കണം. അത് തന്നെയാണ് KPCC പ്രസിഡന്റിന് ഈ പറഞ്ഞ അന്തരിച്ച ഇപ്പോൾ വിട്ടുപോയ NM വിജയൻ എഴുതി അറിയിച്ചത്. അദ്ദേഹത്തിൻ്റെ പരാതി അതായിരുന്നു. NM വിജയൻ ശ്രീ വിജയൻ പറഞ്ഞ പരാതിയിൽ അതാണ് നിൽക്കുന്നത്. ആ പരാതി ഇവിടെ നിൽക്കുകയാണ് സമൂഹത്തിൻ്റെ മുന്നിൽ. ഇവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനോ നേതാക്കന്മാർക്കോ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തവർക്കോ ആ പരാതിയെ നിഷേധിക്കാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെ അതിന് കാശ് വാങ്ങിപ്പോയ ആളുകളെ ഞങ്ങൾ നടപടിയെടുത്തിട്ടു. കാശും വാങ്ങി, ഈ പറഞ്ഞ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് കാശും വാങ്ങി വേറെ പാർട്ടിയിലേക്ക് ആൾ പോയി എന്നാണ് ഇവിടെയുള്ള കോൺഗ്രസ് നേതാവിൻ്റെ ആക്ഷേപമെങ്കിലേ നിങ്ങൾ എന്തേ അവർക്കെതിരെ അന്ന് പോലീസ് നടപടി കൊടുത്തില്ല? നിങ്ങൾ കേസ് വ്യക്തമാണ്. ശ്രീ എസ് കെ സജീഷ് അവസാന ഘട്ടത്തിൽ ഉന്നയിക്കുന്നത് പോലെ ഒരുപാട് ചോദ്യങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇനിയും ബാക്കി നിൽക്കുന്നുണ്ട്. അതിന് മറുപടി പറയേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ്. എന്തായാലും ശ്രീ വിജയന്റെ കുടുംബം നാളെ മാധ്യമങ്ങളെ കാണും, ചില വിഷയങ്ങളിൽ വ്യക്തത വരുത്തുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു.